സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ശാന്തി ശാന്തി ശാന്തിഃ. ഓം പ്രജ്ഞാനാം ശുപ്രധാനൈः സ്ഥിരചരനികരവ്യാപിഭിർവ്യാപ്യ ലോകാൻ ഭുക്ത്വാ ഭോഗാൻ സ്ഥവിഷ്ഠാൻ പുനരഭിധിഷണോത്ഭാസിതാൻ കാമജന്യാൻ പീത്വാ സർവാൻ വിശേഷാൻ സ്വപിതി മധുരഭുങ് മായയാ ഭോജയന്നു. മായാസംഖ്യാതുരീയം പരമമൃതമജം ബ്രഹ്മയത്തന്നതോസ്മി. യോ വിശ്വാത്മാ വിധിജ വിഷയാൻ പ്രാശ്യഭോഗാൻ സ്ഥവിഷ്ഠാൻ പശ്ചാച്ചാന്യാൻ സ്വമതിവിഭവാൻ ജ്യോതിഷാ സ്വേന സൂക്ഷ്മാൻ സർവാനേതാൻ പുനരഭിശനൈഃ സ്വാത്മനി സ്ഥാപയിത്വാ ഹിത്വാ സർവാൻ വിശേഷാൻ വിഗതഗുണഗണപാത്വസോ നസ്തുരീയഃ. ഓമിത്യേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യദിതി സർവമോംകാരേവ യച്ഛാന്യത്രികാലാതീതം തദപ്യോംകാരേവ. സർവം ഹ്യേതദ്ബ്രഹ്മായമാത്മാ ബ്രഹ്മ സോയമാത്മാ ചതുഷ്പാദ്. ജാഗരിതസ്ഥാനോ ബഹിഷ്പ്രജ്ഞഃ സപ്താംഗ ഏകോനവിംശതിമുഖ സ്ഥൂലഭുഗ്വൈശ്വാനരപ്രഥമപാദഃ. സ്വപ്നസ്ഥാനോന്തഃപ്രജ്ഞഃ സപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിവിക്തഭുക്തൈജസോ ദ്വിതീയപാദഃ. ന കഞ്ചന കാമം കാമേതേ ന കഞ്ചന സ്വപ്നം പശ്യതി തൽസുഷുപ്തം. സുഷുപ്തസ്ഥാനൈകീഭൂതപ്രജ്ഞാനഘനൈവാനന്ദമയോ ഹ്യാനന്ദഭുക്ചേതോമുഖപ്രാജ്ഞസ്തൃതീയപാദഃ. ഏഷ സർവേശ്വര ഏഷ സർവജ്ഞ ഏഷോന്തര്യാമ്യേഷ യോനി സർവസ്യ പ്രഭവാപ്യയോ ഹി ഭൂതാനാം. അവിടം വരെ നമ്മൾ നിർത്തിയത്. അപ്പം 3-ാം പാദം വരെ എത്തി. ഇനി 4-ാം പാദത്തിൽ 1-ാം പാദം സ്ഥൂല വിഷയങ്ങൾ അറിയുകയും സ്ഥൂല വിഷയങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ജാഗ്രത അവസ്ഥ, അതിനെ അഭിമാനിക്കുന്ന ചൈതന്യമാണ് വിശ്വൻ. 2-ാം പാദം ഈ സൂക്ഷ്മ വിഷയങ്ങളെ അനുഭവിക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന തൈജസൻ 2-ാം പാദം. 3-ാം പാദം ഒന്നും അറിയുന്നില്ല, അവിടെ അറിവില്ലായ്മയുള്ളത്. അത് എല്ലാം അടങ്ങിയിരിക്കുന്നത് സർവേശ്വരനാണ്. അതായത് സർവ ഉപാധികളിലും പ്രാണനിലടങ്ങിയിരിക്കുന്ന ആ ഉപാധിയോടുകൂടിയ ചൈതന്യമാണ് ഈശ്വരൻ. ഇപ്പം ചൈതന്യമാണ് എല്ലാം തന്നെ. ഈശ്വരനായാലും തൈജസ്സനായാലും പ്രാജ്ഞനായാലും എല്ലാം ചൈതന്യം തന്നെയാണ്. പക്ഷേ ചൈതന്യത്തിന് ഉപാധി കൊണ്ടൊരു പരിധി വന്നുപോയി, അതാണ് കുഴപ്പം. അപ്പോൾ നമുക്ക് ഈ 3 പാദങ്ങൾ, നമുക്ക് 4-ാമത്തെ പാദത്തിലോട്ട് പോകണമെങ്കിൽ ഈ 3 പാദങ്ങളെ നല്ലതുപോലെ വിവേചിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. വിവേചിക്കപ്പോൾ പറഞ്ഞ പോലെ ഈ മഞ്ജു എടുക്കുന്നത് പോലെ യഥാമുഞ്ചാത് ഇഷീകൈവം, എപ്രകാരമാണോ ഇഷീകയെ വേർതിരിച്ചെടുക്കുന്ന പോലെ അതുപോലെ നമ്മളുടെ അനുഭവത്തെ നമ്മൾ വേർതിരിക്കണം. വേറെ എന്തെങ്കിലും ഒരു സംഗതിയാണെങ്കിൽ നമുക്ക് വെളിയിലോട്ട് പോവുക, പല സംഗതികൾ വേണോ, അത് വേണോ ഇത് വേണോ ഒക്കെ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഏറ്റവും എളുപ്പം. ഈ ഗീത പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഏറ്റവും എളുപ്പമുള്ള അദ്വൈത ചിന്തയാണ്, ആ സാധനയാണ് ഏറ്റവും എളുപ്പം. ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങും പോകണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ചിന്തിക്കാനുള്ള അധികാരിത വേണം നമുക്ക്.
മനസ്സിന് നമുക്ക് ഇരുന്ന് അതിനെപ്പറ്റി നല്ലപോലെ മനനം ചെയ്ത് വിവേചിച്ച് അതിനെ വേർതിരിച്ച് ഇതാണ് സത്യം എന്നറിയാനുള്ള ഒരു അധികാരിത മനസ്സിന് വേണം, എങ്കിലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ നമുക്ക് അനുഭവമുള്ളത് സ്ഥൂല അജാഗ്രത, നമ്മൾ ജാഗ്രതാവസ്ഥ മാത്രമേ സത്യമുള്ളതെന്നാണ് വിചാരിച്ചിരിക്കുക. അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടു പോയതാണ് സ്വപ്നവും ഉറക്കവും എന്നൊക്കെ. ജാഗ്രതാവസ്ഥയാണ് നമ്മൾ സത്യമായിട്ട് കാണുന്നത്. അപ്പം ഏറ്റവും പ്രത്യക്ഷമായിട്ട് കാണുന്നതിന് നമ്മൾ നല്ലപോലെ വിവേചിക്കും. അപ്പം വിവേചിക്കുമ്പം ശ്രുതി പ്രമാണം അനുസരിച്ച് വേണം വിവേചിക്കാൻ. സത്യം അബാധ്യം ബാധ്യം മിഥ്യ എന്നുള്ള പ്രമാണം അനുസരിച്ച് നമ്മൾ സത്യം എന്താണ് മിഥ്യ എന്താണെന്ന് വിവേചിക്കണം. അപ്പോൾ നമ്മുടെ ജാഗ്രത അവസ്ഥയിൽ എന്തെല്ലാം അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നു, ആ അനുഭവങ്ങളൊന്നും മാറാതിരിക്കുന്നില്ല, എല്ലാം മാറി മാറി പോവുകയാണ്. ജാഗ്രത അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം തന്നെ മാറിപ്പോകുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ചെറുതിലേ മുതൽ ഓർത്താൽ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എന്തെല്ലാം അനുഭവങ്ങളുണ്ട്, ഒന്നും പിന്നീടുണ്ടാകുന്നില്ല, പോയ ഒരു നിമിഷം പിന്നെ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ മാറി മാറിയിരിക്കുന്നതുകൊണ്ട് അത് സത്യമല്ല. പക്ഷേ എന്നാണോ നമ്മൾ കുട്ടിയായി കളിച്ച് നടന്നത്, എന്നാണോ സ്കൂളിൽ പഠിച്ചത്, എന്നാണോ നമ്മൾ കോളേജിൽ പഠിച്ചത്, എന്നാണോ ഇവിടെ ഇരിക്കുന്നത്, ഇതെല്ലാം ഞാനാണെന്നാണ് നമുക്ക് അനുഭവമുണ്ട്, ഇല്ലേ? ഞാനാണ് അന്ന് കുട്ടിയായിട്ടിരുന്നത്, ഞാനാണ് അന്ന് അവിടെ ടീച്ചറായിട്ടിരുന്നത്, ഞാനാണ് ഇന്നിവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനാണ് എന്നുള്ള അനുഭവമുണ്ട് നമുക്ക്. ആ ജാഗ്രതത്തിലെ എല്ലാ വിഷയങ്ങളും ഞാനാണ് അനുഭവിക്കുന്നത്, ഞാൻ അന്വയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അന്വയിച്ച് നിൽക്കുന്നത് ഞാൻ സത്യം, മറ്റേ മാറിക്കൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങളെല്ലാം മിഥ്യ. അങ്ങനെ സത്യം മിഥ്യം വിവേചിക്കണം. വിവേചിക്കുക പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിനെ നല്ലതുപോലെ ചിന്തിച്ചിട്ട് ഏതാണ് സത്യം ഏതാണ് മിഥ്യ. അപ്പോൾ സത്യത്തെ അംഗീകരിക്കുക, മിഥ്യ രണ്ടിലൊന്നിനെ അംഗീകരിക്കുക, മറ്റേത് മിഥ്യയാണെന്ന് തള്ളുക, അതാണ് ഉപേക്ഷിക്കുക. അങ്ങനെ ഈ ജാഗ്രത അവസ്ഥ അല്പം പോലും ഇല്ലാതാണ് നമ്മൾ സ്വപ്നാവസ്ഥയിലോട്ട് വരുന്നത്. ഇയാൾ പോയി അവിടെ ലയിക്കും, ഈ വിശ്വൻ തൈജസ്സൻ ലയിച്ചു പോകും. അപ്പോൾ ഒന്നും ഇവിടുത്തെ നമ്മൾ അനുഭവപ്പെടുന്നില്ല, ഇത് പൂർണ്ണമായിട്ട് മാറി. ഈ ഒരു ജാഗ്രത അവസ്ഥ പൂർണ്ണമായിട്ട് മാറിയിട്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നത്തിലും നമുക്ക് പല സൂക്ഷ്മ വിഷയങ്ങളുമുണ്ട്, അതെല്ലാം അനുഭവിക്കുന്നത് ഞാൻ തന്നെയാണ്. സ്വപ്നം കണ്ടത് ഞാൻ തന്നെയാണല്ലോ, ഉണർന്നിരുന്ന ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത്. ആ സ്വപ്നം ഇപ്പം സ്വപ്നം സുഷുപ്തിയിൽ സ്വപ്നം ഇല്ലാതാകുന്നു. അപ്പോൾ സ്വപ്നവും മുഴുവൻ മാറിപ്പോയി, സ്വപ്നത്തെ പൂർണ്ണമായിട്ടില്ലാതായി. പക്ഷേ സ്വപ്നം കണ്ടതാരാ? ഞാനാണ്. ജാഗ്രത അനുഭവിച്ചത് ഞാനാണ്, സ്വപ്നം അനുഭവിച്ചത് ഞാനാണ്. ഇത് പൂർണ്ണമായി ഇപ്പോൾ ജാഗ്രത അനുഭവിക്കാൻ നമുക്ക് എന്താ അറിയാനുള്ള ഉപകരണം? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളിൽ കൂടാണ് വിഷയങ്ങൾ അറിയുന്നത്. ഈ സ്വപ്നത്തിൽ അറിയുന്നതോ അന്ധകരണ വൃത്തി കൊണ്ടാണ് അറിയുന്നത്. ഇനിയും ഉറങ്ങിയപ്പോഴോ ഒന്നും അറിയുന്നില്ല. അപ്പോൾ അവിടെ ഒരു വിഷയമുണ്ട്, ഒന്നും അറിയുന്നില്ല എന്നൊരു വിഷയമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഉണർന്നു വരുമ്പോൾ ഒന്നും അറിഞ്ഞില്ലായിരുന്നു എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഒന്നും അറിവില്ലായ്മയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു അറിവുണ്ട്. അപ്പം ഒന്നും അറിയുന്നില്ല എന്നുള്ളത് അജ്ഞാനവൃത്തിയാണ്. ഒന്നും അറിയുന്നില്ല എന്നുള്ളതിനെ അജ്ഞാനവൃത്തിയാണ് പ്രകാശിപ്പിക്കുന്നത്. ആ അജ്ഞാനവൃത്തിയാണ് ജീവൻ്റെ ഉപാധി. നമ്മൾ ഈ സ്വാമിയുടെ അദ്വൈതാവസ്ഥ നമ്മൾ വിസ്തരിച്ച് പഠിച്ചു. ജീവൻ്റെ ഉപാധി എന്ന് പറയുന്നത് രജഗുണപ്രധാനമായ അവിദ്യയാണ്. അപ്പോൾ ആ അവിദ്യയാണ് അവിടെ, ആ ഉപാധി ലയിച്ചിരിക്കുകയാണ്, അവിടെ ഒന്നും അറിയുന്നില്ല. ആ അല്ല, അത് അവിദ്യാവൃത്തിയാണ്. കാരണം അന്ധകരണവൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്. ഈ സ്വപ്നത്തിൽ ഞാൻ അറിയുന്നല്ലേ നമ്മൾ അറിയുന്നത്. അതേസമയം ഉറക്കത്തിൽ അങ്ങനെ ഒരു ഞാൻ അറിയുന്നു എന്നുള്ള ഒരു ഇങ്ങനൊരു ഈ അറിയുന്ന ആള് ത്രിപുടിയില്ലല്ലോ. പക്ഷെ അതുകൊണ്ടാണ് അത് സാക്ഷിഭാസ്യം എന്ന് പറയുന്നത്. ഉറക്കം സാക്ഷിഭാസ്യം, എല്ലാം വാസ്തവത്തിൽ സാക്ഷിഭാസ്യമാണ്. പക്ഷേ ഇവിടെ ത്രിപുടി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ വ്യക്തമാണ് അതെല്ലാം. മറ്റേതവിടെ ത്രിപുടിയില്ല, ആ വിദ്യാവൃത്തി കൊണ്ട് അതിനെ അറിയുന്നു. അപ്പോൾ അവിടെ അറിയുന്നതാരാ? ഞാനാണ് അറിയുന്നത്. അപ്പം നമ്മൾ മൂന്നിനെ വിവേചനം ചെയ്യുമ്പോഴേ ജാഗ്രതയിലെ വിഷയങ്ങളും ആ അറിഞ്ഞുകൊണ്ടിരുന്ന വിശ്വനും ഇല്ലാതായി, മാറിപ്പോയി. പക്ഷേ ഞാനവിടെ മാറാതെ നിൽക്കുന്നുണ്ട്. സ്വപ്നത്തിലെ തൈജസ്സനും സകല വിഷയങ്ങളും മാറിപ്പോയി. പക്ഷേ ഞാൻ സ്വപ്നം കണ്ടു എന്നുള്ള ആ ഞാൻ എന്നുള്ളത് മാറാതെ നിൽക്കുന്നുണ്ട്.
സുഷുപ്തിയിൽ ഞാനൊന്നും അറിയുന്നില്ല എന്നുള്ള അറിവില്ലായ്മയെ പ്രകാശിപ്പിക്കുന്നു. അറിവില്ലായ്മയെ അറിയുന്നതും ഞാൻ തന്നെയാണ്. അപ്പം 3 അവസ്ഥകളും മാറിപ്പോകുമ്പം ജാഗ്രത സ്വപ്നത്തിൽ വരുന്നില്ല, സ്വപ്ന സുഷുപ്തിയിൽ വരുന്നില്ല, ഒരു അവസ്ഥയും വേറൊരു അവസ്ഥയിലോട്ട് വരുന്നില്ല. 3 ഓരോ സമയം ഓരോ അവസ്ഥ മാത്രമേ ഉള്ളൂ. 3 മാറിപ്പോകുമ്പോഴും ഒരിക്കലും മാറാതെ അങ്ങനെ നിൽക്കുക. ഞാൻ അറിയുന്നു എന്നുള്ള ഒരു വൃത്തിക്ക് അവലംബമായിട്ട് നിൽക്കുന്ന ആ വസ്തു ഞാനാണെന്ന് മനസ്സിലായി. ഞാൻ എന്ന് പറയുന്നത് എന്തുവാണ്? ഞാൻ എന്ന് പറഞ്ഞാൽ ഹന്യതയിൽ ഹനം, അഹം. അതുപോലെ അഹം എന്നുള്ളതിന് വേറൊരു വ്യാഖ്യാനം പറയുന്നത് ഹം എന്ന് പറഞ്ഞാൽ ആകാശബീജമാണ്. നമ്മുടെ ഈ അക്ഷരസ്വരൂപനായ ഈശ്വരൻ എന്ന് പറയുന്ന അക്ഷരനിൽ നിന്നാണ് സർവ്വപ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അത് ആകാശ ഉപാധിയോടുകൂടിയവനാണ്. ആകാശം അപഞ്ചീകൃത ആകാശം, അവ്യാകൃതമായ ആകാശം ഉപാധിയോടുകൂടിയ ചൈതന്യമാണ് അക്ഷരൻ. ഈ ആകാശത്തിൽ നിന്നാണല്ലോ ബാക്കി ഭൂതങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ അക്ഷരൻ്റെ ഉപാധിയാണ് ആകാശം. അത് ആകാശ ബീജം എന്ന് പറയുന്ന ഹം ആണ്. അവിടെ നിന്നാണ് സർവ്വപ്രപഞ്ചം ഉത്ഭവിക്കുന്നത്. അപ്പോൾ ആ ഹം ഇല്ലാത്തത് അഹം എന്നുള്ളതിന് അഹം, അതായത് പ്രപഞ്ച സ്പർശമേ ഇല്ലാത്തതാണ് ആ ഞാൻ. പക്ഷേ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും ഈ ഞാൻ എന്താണ്? നമുക്ക് എപ്പോഴും അനുഭവമുണ്ട്, നമ്മളതായിട്ടായിരിക്കുന്നു. പക്ഷേ നമുക്ക് ഒരിക്കലും അതിനെ അറിയാൻ പറ്റുന്നില്ല അനുഭവം. അപ്പോൾ അതിനെന്താണ് പ്രമാണം? അതിന് പ്രമാണം ശ്രുതി മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ അതീന്ദ്രിയാർത്ഥ വിജ്ഞാനോൽപ്പത്തോ ശ്രുതമെന്ന പ്രമാണം എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ശ്രുതിയാണ് പ്രമാണം. അപ്പോൾ ശ്രുതി വെച്ചിട്ട് നമ്മളതിനെ എന്താണ് ഈ 3 അവസ്ഥകളെയും അറിഞ്ഞുകൊണ്ടിരുന്ന ഞാൻ, ആ ഞാൻ എന്നുള്ളതിൻ്റെ സ്വരൂപം എന്താണ്? അവിടെ വിചാരമാണ് വേണ്ടത്. ഈ 3 വിവേചിക്കണം, ഏതാണ് ശരിയെന്ന്. ഞാനാണോ? ഞാനുണ്ട്, ദൃക്കുണ്ട്, ദൃശ്യമുണ്ട്. അപ്പം ദൃക്കാണോ ദൃശ്യമാണോ സത്യം? അത് വിവേചിക്കണം. അപ്പോൾ 3 ദൃക്ക് തുടർന്ന് നിൽക്കുന്നതുകൊണ്ട് സത്യം, ദൃശ്യം മാറിപ്പോകുന്നതുകൊണ്ട് മിഥ്യ. അപ്പം ദൃക്കുണ്ട്, ഈ ദൃക്കിൻ്റെ സ്വരൂപം എന്താണ്? അതിനെപ്പറ്റി നല്ലതുപോലെ വിചാരിക്കണം. അപ്പം വിചാരിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ മനസ്സിന് അതിനൊരു ഇത് പറയുന്നത് ഇതാണ് എന്ന് മനസ്സിലായി. ഇപ്പോൾ ഈ ജാഗ്രത അവസ്ഥ പൂർണ്ണമായിട്ട് മാറി ആ സൂക്ഷ്മ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള അധികാരിത, അതിനുള്ള ആ ഒരു സൂക്ഷ്മത വരും. അപ്പം അതിനാണ് അധികാരിയായ ഒരാൾക്കിത് കേട്ടാൽ മതി. അതേസമയം അല്ലെങ്കിൽ ഉപാസന ചെയ്യണം. ഉപാസന എന്ന് പറയുന്നത് എന്താ? ഈശ്വര ദേവതാകാര മനോവൃത്തിയാണ്. അതായത് സകല വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച് ആ ദേവതയിൽ കൊണ്ടുവരിക. അപ്പോൾ ദേവത എന്ന് പറയുന്നത് സൂക്ഷ്മമല്ലേ? അപ്പോൾ ആ സൂക്ഷ്മ വിഷയത്തിലേക്ക് കൊണ്ടുവന്നു. ആ സൂക്ഷ്മ വിഷയം അടങ്ങുന്നത് എവിടാണോ അതാണ് ആ ഞാൻ എന്നുള്ളതിൻ്റെ യഥാർത്ഥം. അപ്പോൾ ഉപാസന വളരെ എളുപ്പമുള്ളൊരു, നമ്മളെത്ര ചിന്തിച്ചാൽ അതിനെ ഒരു കാര്യം, ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരന് അധീനമാണ്. അപ്പോൾ ഈശ്വര അനുഗ്രഹമില്ലാതെ നമ്മൾ എത്ര വളരെ പണ്ഡിതനാണെന്ന് പറഞ്ഞാലും, എത്ര ശുദ്ധനാണെന്ന് പറഞ്ഞാലും, തപസ്വിയാണെന്ന് പറഞ്ഞാലും, എന്താണെങ്കിലും ആ ഈശ്വരൻ്റെ കാരുണ്യം വേണം. കാരണം ഈശ്വരൻ അധീനമാണ് ജീവൻ. അപ്പോൾ ആ ഈശ്വരൻ വേണം ഈ ജീവന് എന്താണ് ഫലം ഉണ്ടാകേണ്ടതെന്നറിയാൻ. അതുകൊണ്ട് ഉപാസന വളരെ നല്ലൊരു സാധനയാണ്. ഉപാസന കൊണ്ട് മനസ്സ് അടങ്ങി ആ ഈശ്വരനിലെത്തുകയാണെങ്കിൽ പിന്നെ ആ ദേവതയുടെ, ഈശ്വരൻ പറഞ്ഞാൽ ദേവതയാണല്ലോ നമ്മൾ ഉപാസിക്കുന്നത്. ആ ദേവതയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ബാക്കി വഴി കിട്ടും, തുറന്നു കിട്ടും. അതാണ് ഈ വിശ്വാമിത്രനല്ലേ തപസ് ചെയ്യാൻ പോകുന്നത്? പരശുരാമൻ തോറ്റു, ശ്രീരാമനോട് തോറ്റു, ആദ്യമായിട്ട് തോക്കുകയാണ്. അപ്പോൾ ഭയങ്കര വിഷമമായി. അദ്ദേഹം ഇങ്ങനെ പോകുമ്പം ഈ സംവർത്തൻ എന്ന ഒരു ശാക്തേയ സമ്പ്രദായത്തിലുള്ള ഒരു അവധൂതനെ കാണുകയും അദ്ദേഹത്തിനൂടെ പോയി എനിക്കിങ്ങനെയൊക്കെയാണ്, എനിക്കിപ്പം വളരെ സങ്കടമുണ്ട്, എൻ്റെ മനസ്സിൻ്റെ വസ്തുതയൊക്കെയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ ബാലാമന്ത്രം ഉപദേശിച്ചു കൊടുക്കോട്ട്, നിങ്ങൾ ഇന്നടത്ത് പോയിരുന്ന് സുമേര് പർവ്വതത്തിൽ അങ്ങനെ പോയിരുന്ന് തപസ് ചെയ്യാൻ പറയും. അവിടെ പോയി 12 വർഷം അദ്ദേഹം ഉപാസന ചെയ്യും ഈ മന്ത്രം.
എന്നിട്ട് ഗുരുവിനെ കാണാൻ വരും. അപ്പം പറയും, ഭഗവാനെ പണ്ടത്തേലും സംശയം എനിക്കിപ്പോൾ മനസ്സിൽ, പണ്ട് ഈശ്വരനുണ്ടോ അല്ല അത്രയും ഞാൻ തോറ്റുപോയല്ലോ എന്നൊക്കെയുള്ള സംശയം. ഇപ്പം അങ്ങനെയല്ല സംശയം, ഞാനൊരു ദേവതയെ ഉപാസിക്കുക. അപ്പോൾ ഒരു ദേവീ രൂപം പറഞ്ഞു, ഈ ദേവി ഈ രൂപത്തിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ, അതൊരു സംശയം. അപ്പം ഈ ദേവി മാത്രമേ ഉള്ളൂ ജഗത്തിൻ്റെ രക്ഷിതാവായിട്ട്, അങ്ങനെ ഒരു സംശയം. ഇങ്ങനെ പല സംശയങ്ങൾ ആ ദേവസംബന്ധമായിട്ട് വരും. അപ്പോൾ അദ്ദേഹം പറയും, ഈ ദത്താത്രേയനാണ്, ഈ സമർത്ഥൻ ദത്താത്രേയൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, ഇത് തന്നെയാണ് ഉപാസനയുടെ ഫലം. അത് ആ ദേവതാ സ്വരൂപം അറിയാനുള്ള ഒരു ജിജ്ഞാസ മനസ്സിലുണ്ടാകുക, അതിനുള്ളൊരു ആ ഒരു പിന്നെ ഒരു തീവ്രമായ ആഗ്രഹം മനസ്സിലുണ്ടാകുക, അതിനാണ് ഉപാസന ചെയ്യുന്നത്. അല്ലാതെ ഉപാസന എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കൃഷ്ണനെ ഉപാസിച്ചു, കൃഷ്ണൻ ഓടി വന്നു, ഇങ്ങോട്ട് വാ കൃഷ്ണ, അങ്ങേക്ക് വെച്ചിരുന്ന വേണ്ട ഞാൻ തിന്നു, അതുകൊണ്ട് ഒരു കീർത്തനം ചൊല്ലുമല്ലോ. പിന്നെ ഈ കീർത്തനം ചൊല്ലുമ്പം നാരദൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കീർത്തനം അങ്ങനെയൊന്നും ഇല്ലണ്ടേ, ഓരോ വാക്കിലും ഭഗവാന്റെ യശസ്സിനെ കീർത്തിക്കണം, അങ്ങനെയുള്ള കീർത്തനം വേണം ചൊല്ലാൻ. എന്തായാലും ഈ ഉപാസനയുടെ യഥാർത്ഥ ഫലം ആ ദേവതാ സ്വരൂപം അറിയാനുള്ള ഒരു ജിജ്ഞാസ, തീവ്രമായ ജിജ്ഞാസ മനസ്സിലുണ്ടാകും. അപ്പോൾ ആ ദേവത തന്നെ നമുക്ക്, ദേവത എന്ന് പറഞ്ഞാൽ അറിഞ്ഞു നമ്മളെ നേരെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വേണ്ട വഴി, നമുക്ക് യോജിച്ച വഴിയെ നമ്മെ കൊണ്ടുപോകും. അതാണ് ഉപാസനയുടെ ഫലം. അങ്ങനെ ആ 3 പാദങ്ങളും കഴിഞ്ഞ് 4ാമത്തെ പാദം എന്താണ്, ഞാൻ ആണ് 3 അവസ്ഥകളിലും ഉണ്ടായിരുന്നത് സത്യമായിട്ട് നിലനിന്നതെന്ന് മനസ്സിലായി. പക്ഷേ അതിൻ്റെ സ്വരൂപം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇനിയും പറയുന്നത്, അപ്പോൾ സ്വരൂപം അറിയുന്നില്ല. ആ സ്വരൂപം എന്താണ് എന്നാണ്. അപ്പോൾ 4ാമത്തെ പാദം 3 പാദം പറഞ്ഞെന്നേ ഉള്ളൂ, അല്ലാതെ പാദമൊന്നും ഇവിടെ ഇല്ല. അടുത്തുണ്ട് നമുക്കത്. നാന്തപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം നോഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേഹ. ഇതിൻ്റെ വ്യാഖ്യാനം കുറച്ച് നല്ല കഠിനമാണ്. നാന്തപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം നോഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേഹ. ഇതാണ് ആത്മാവ്. ഇപ്പം നേരത്തെ പറഞ്ഞു അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞു. ഈ ആത്മാവാകുന്നുണ്ട്. ഏതാണ് ആത്മാവ്? സ ആത്മാ. ഇതാണ് ആത്മാവ്. അന്തപ്രജ്ഞം. അന്തപ്രജ്ഞനാരായിരുന്നു? സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന തൈജസൻ. അപ്പം ഈ ആത്മാവ് തൈജസനല്ല. എന്നാൽ ബഹിഷ്പ്രജ്ഞം, ബാഹ്യവിഷയങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ബഹിഷ്പ്രജ്ഞ. അപ്പം വിശ്വന് നമ്മളിപ്പം ഉണർന്ന ഇങ്ങനെ ഇരുന്ന എല്ലാ വിഷയങ്ങളും അറിയുന്നു. ആത്മാവ് ഉണ്ടവിടെ, ഞാനെന്നുള്ള രൂപത്തിൽ ആത്മാവുണ്ട്, പക്ഷെ നമ്മളറിയുന്നില്ല. നമ്മൾ ഈ വിശ്വനെ മാത്രമേ അറിയുന്നുള്ളൂ. വിശ്വനായിട്ടിരുന്നാണ് നമ്മൾ വ്യവഹരിക്കുന്നത്. ആ വിശ്വൻ സത്യമല്ല. ന ബഹിഷ്പ്രജ്ഞം ന ഉഭയതപ്രജ്ഞം. എന്നാൽ രണ്ടും കൂടെ ഒരു ഇട എന്ന് പറയുന്നത് ഒരു വൃത്തി ഉയർന്നടങ്ങി അടുത്തതുണ്ടാകുന്നതിന് മുമ്പ് ഒരു ഇടയുണ്ട്. അതായത് ഒരു വൃത്തിയിൽ നിന്ന് ഒരു വൃത്തിയിലോട്ട് പോവുകയല്ല, ഉറക്കത്തിൽ നിന്ന് നേരെ സ്വപ്നത്തിലോട്ട് പോകല്ലേ എന്ന് ഒരിടയുണ്ട്. അവിടെ ഒരിടം നമ്മൾ അറിയുന്നില്ല, വളരെ ചെറുതായി നമ്മളത് അറിയുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്നാൽ ഉഭയതപ്രജ്ഞം, ഈ ഉറക്കത്തിനും ഉണർച്ചയ്ക്കും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഇടവേളയാണോ ഈ സത്യം എന്ന്? അതുമല്ല. പ്രജ്ഞാനഘണം, ഉറക്കത്തിൽ അനുഭവിച്ച അറിവില്ലായ്മ, ഞാൻ ഒന്നും അറിയുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥ, അതാണോ? അതറിയുന്ന ആളാണോ? പ്രാജ്ഞനാണോ ഈ ബ്രഹ്മം? അതുമല്ല. ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം ന പ്രജ്ഞം. ഇനി എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണോ? ഒരു അറിവാണോ?
അതുമല്ല. എന്നാൽ അപ്രജ്ഞം. എന്നാൽ അറിവില്ലായ്മയാണോ അവിടെ? അതുമല്ല. ഇതൊന്നുമല്ല. ഒരു വിധത്തിലും അതിനെ നിർദ്ദേശിക്കാൻ പറ്റുന്നില്ല. ശങ്കരാചാര്യർ പറഞ്ഞിട്ട് നിർദ്ദേശിക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് നേതി എന്നാണ്. വേറെ ഒരു മാർഗ്ഗവുമില്ല അതിനെ നിർദ്ദേശിക്കാൻ. അപ്പം ഇവിടെ ഇനിയും ഈ ആ പറഞ്ഞ ബ്രഹ്മത്തിൻ്റെ ലക്ഷണം പറയുകയാണ്. ലക്ഷണമൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദൃഷ്ടം, അവ്യവഹാര്യം, അഗ്രാഹ്യം, അലക്ഷണം, അചിന്യം, അവ്യപദേശം, ഏകാത്മപ്രത്യയ അവ്യപദേശം, ഇത്രയും നിഷേധമാണ്. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിനെ നിഷേധം പറയുന്നത്. ഒരു വസ്തുവിനെ പറയുമ്പോൾ ഇതാണ് വസ്തു എന്ന് പറഞ്ഞാൽ പോരെ, അതിന് വരെ ഇതല്ല എന്ന് പറയുന്നത് എന്തിനാ എന്ന് ഒരു ചോദ്യം നേരത്തെ നമ്മൾ അവതാരികയെ വായിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തേല അതിന് ഈ അതല്ല രണ്ട് രീതിയിൽ ലക്ഷണം പറയുമേ. അതിനെ തദ്വ്യാവൃത്തി എന്നും അതദ്വ്യാവൃത്തി എന്നും രണ്ട് രീതിയിൽ ലക്ഷണം പറയും. ഇപ്പോൾ അദൃശ്യം അവ്യവഹാര്യം എന്നൊക്കെ പറയുന്നത് അതദ്വ്യാവൃത്തിയാണ്. അതല്ലാത്തതിനെയൊക്കെ മാറ്റുക. ഒരു വസ്തു ഇപ്പോൾ ഒരു പിണ്ടി, സാഹചര്യം ഒരു ഉദാഹരണം പറയുന്നത്, വാഴപ്പിണ്ടി എടുക്കണമെങ്കിലേ പോളയെല്ലാം പൊളിച്ച് കളയണം. ആ പൊളിച്ച് കളയുന്നത് അതദ്വ്യാവൃത്തിയാണ്. പിണ്ടി ഇങ്ങോട്ട് എടുക്കുന്നത് തദ്വ്യാവൃത്തിയാണ്. അപ്പോൾ ആ വസ്തുവിനെ എടുക്കുന്നത് തദ്വ്യാവൃത്തി, വസ്തു അല്ലാത്തതിനെ തള്ളുന്നത് അതദ്വ്യാവൃത്തി. അപ്പോൾ ഇവിടെ ദൃഷ്ടമല്ല. ദൃഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാണുന്നത് ദൃശ്യമല്ല ഒരിക്കലും. നമ്മൾ ഒരിക്കലും കാണുന്നില്ല. നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ സാധിക്കുന്നില്ല. ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയണമെങ്കിൽ ഈ ഗുണമുണ്ടെങ്കിലേ അറിയാൻ പറ്റും. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തിനാണ് അറിയുന്നത്? 5 ഭൂതങ്ങളുടെ പ്രാധാന്യമുള്ള, ഓരോ ഭൂതത്തിൻ്റെയും പ്രാധാന്യമുള്ള 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ ശ്രോത്ര, ത്വഗ്, അക്ഷി, രസന, ഘ്രാണം, 5 5 കൊണ്ടും ഓരോ ഗുണത്തെ അറിയുന്നത്. ആകാശഗുണം ശബ്ദമാണ്, വായുഗുണം സ്പർശമാണ്, അഗ്നിഗുണം രൂപമാണ്, ജലഗുണം രസമാണ്, പൃഥ്വിയുടെ ഗുണം ഗന്ധമാണ്. അപ്പോൾ ഈ ഓരോന്നും കൊണ്ടും ഓരോ ജ്ഞാനേന്ദ്രിയം കൊണ്ടും ഓരോ വിഷയത്തെ മാത്രമേ അറിയാൻ പറ്റൂ. ഞാൻ പറയുക എന്ത് ഞങ്ങൾ സാധിക്കുമെന്ന് പറയുന്ന ആളുകളെ ഈ കണ്ണുകൊണ്ടൊന്ന് മണപ്പിക്കുകയോ മൂക്ക് കൊണ്ടൊന്ന് കാണുമോ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ പറയുന്നതിൽ അർത്ഥമാണ്. ഈ 5 എണ്ണം ഒരിക്കലും മാറുകയില്ല. ഈ 5 വിഷയങ്ങൾ ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുള്ളൂ. വാസ്തവത്തിൽ നമ്മൾ ഈ ഗുണങ്ങൾ ഗ്രഹിക്കുന്നല്ലേ ഉള്ളൂ. വേറെന്തെങ്കിലും ഗ്രഹിക്കുന്നുണ്ടോ? വേറെ ഒന്നും ഗ്രഹിക്കുന്നില്ല. നമ്മൾ ഈ പ്രപഞ്ചത്തെ ഈ 5 ഗുണങ്ങളായിട്ടാണ് അറിയുന്നത്. ഇപ്പോൾ 5 ഗുണങ്ങളായിട്ട് അറിഞ്ഞാൽ ഇതിനെ മനസ്സ് ബുദ്ധിയിൽ കൊണ്ടുചെല്ലുമ്പോൾ, അന്ധകരണത്തിൽ കൊണ്ടുചെല്ലുമ്പോൾ ബുദ്ധിയാണ് തീരുമാനിക്കുന്നത് ഇതാണെന്ന്. ഇപ്പോൾ കാരണം നമുക്ക് ഈ പുറത്ത് ഒരു ഇത് കൊടുത്തിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ബൃഹദാരണ്യത്തിൽ. നമ്മൾ പുറത്തൊരു വസ്തു തൊട്ടു. ഇപ്പോൾ ഒരു മനുഷ്യനാണോ തൊട്ടത്, അല്ലെങ്കിൽ ഒരു ജന്തുവാണോ തൊട്ടത്, ഒരു വിഷമുള്ളതാണോ, നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. കണ്ടിട്ടല്ല, കാണാതെ തന്നെ നമുക്ക് തിരിച്ചറിയാം. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഉറുമ്പ് കടിക്കുകയാണെങ്കിൽ ഇത് ഉറുമ്പാണ് കടിച്ചതെന്നറിയാം, അല്ലെങ്കിൽ ഇതൊരു വഴുതാരയാണ് കടിച്ചത്, നമുക്ക് അപ്പോഴും മനസ്സിലാകും. അത് കണ്ണുകൊണ്ട് കാണുന്നതല്ലല്ലോ, ഈ തൊലിയല്ലല്ലോ അത് പറയുന്നത്. അത് ബുദ്ധിയെ കൊണ്ട് ചെല്ലുമ്പം ബുദ്ധിയാണ് തീരുമാനിക്കുക ഇത് ഇന്നതാണ്. ഈ പ്രപഞ്ചമെന്ന് പറയുന്നതെല്ലാം ബുദ്ധികൃതമാണെന്നാണ് പറഞ്ഞു. ഒന്നും ഇവിടെ അല്ല സംഭവിക്കുന്നത്. ഇതിനെ നമ്മുടെ സംസ്കാരം അനുസരിച്ചൊരു പ്രതികരണം ഉണ്ടാകും നമ്മുടെ ബുദ്ധിയിൽ. അതാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പം അതിഷ്ടം, അവ്യവഹാര്യം, അതിനെപ്പറ്റി വ്യവഹരിക്കാൻ സാധിക്കത്തില്ല. ഈ പറഞ്ഞ ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ച് വ്യവഹരിക്കാൻ ഇന്നതുപോലെ എന്ന് വ്യവഹരിക്കാൻ സാധ്യമല്ല. കാരണം വ്യവഹാരം എന്ന് പറയുന്നത് എന്താ? വ്യവഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് ചെയ്യുക, ചീത്ത ചെയ്യുക, അധർമ്മം, ധർമ്മം, നമ്മുടെ ബന്ധുക്കൾ, ശത്രുക്കൾ, പിന്നെ നമ്മുടെ ഈ സാഹചര്യം അനുസരിച്ച് ഓരോ ഇതല്ലേ നമ്മുടെ വ്യവഹാരം എന്ന് പറയുന്നത്. ഈ വ്യവഹാരമൊന്നും ഇവിടെ നടക്കത്തില്ല. ഇതിലെ വ്യവഹാര്യമേ അല്ല. അതായത് ഇവിടെ വ്യവഹാരം ഒന്നും തന്നെ ഇല്ല. വ്യവഹാരം കൊണ്ട് ഇതിനെ അറിയാൻ, ഈ ബ്രഹ്മസ്വരൂപം അറിയാനും സാധ്യമല്ല. അഗ്രാഹ്യം. ഇനിയും നമ്മൾ ഓരോന്നും പോയി എടുക്കുന്നതേ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടാണ്. അതും പഞ്ചഭൂതാത്മകം തന്നെയാണ്. ആ പഞ്ചഭൂതങ്ങൾ കൊണ്ട് അതിനെ ഗ്രഹിക്കാനും സാധ്യമല്ല. അലക്ഷണം, ഒരു ലക്ഷണം വേണം. ഒന്നിനെ അറിയാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ജാതി പറഞ്ഞു. ഒരു ലക്ഷണം, ഒരു സമൂഹത്തെ തിരിച്ചറിയാനുള്ള ഒരു ലക്ഷണമാണ് ജാതി എന്ന് പറയുന്നത്. ഇപ്പം പശുത്വം ഒക്കെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ലക്ഷണമില്ല ഇവിടെ.
ലക്ഷണം, ഒരു ഹേതു വേണം. ഒരു വസ്തുവിനെ തിരിച്ചറിയണമെങ്കിൽ അതിൻ്റേതായ ഒരു ലക്ഷണം, ഒരു ഹേതു അത് വേണം. അതില്ല, അതുകൊണ്ട് അറിയാനും സാധ്യമല്ല. എന്നാൽ ചിന്തിച്ചറിയാമെന്ന് വെച്ചാൽ ആ ചിന്ത്യം ഏതോ മനസ്സ് പിന്തിരിഞ്ഞു, ഏതോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സാസഹ, മനസ്സുമൊക്കെ തിരിഞ്ഞു പോരും. അപ്പം ആ മനസ്സുകൊണ്ടും അതിനെ അറിയാൻ സാധിക്കുന്നില്ല, അചിന്ത്യമാണ്. അവ്യപദേശീയം, നമുക്ക് നിർദ്ദേശിക്കാനും സാധ്യമല്ല, ഇത് ഇന്ന പോലെ ഇരിക്കുന്നു. അവ്യപദേശീയം, പിന്നെ എങ്ങനെ അറിയാം? ഇങ്ങനെ ഇത്രയും ഒന്നും ഇതേ രീതിയിലൊക്കെയാണ് നമ്മൾ വ്യവഹാരത്തിൽ നമ്മളിപ്പോൾ അറിയുന്നത്. ഇതൊന്നും അറിയത്തില്ലെന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് അറിയേണ്ടത്? ഈ ഞാൻ ബ്രഹ്മമാണെന്ന് പറയുകയും ചെയ്തു, അയം ആത്മാ ബ്രഹ്മ എന്ന് പറയുകയും ചെയ്തു, ഒരു വിധത്തിലും അറിയാനും വയ്യ എന്ന് പറഞ്ഞത് ശരിയാകുന്നത് എങ്ങനെ? അപ്പോൾ അതിന് ഒരു മാർഗം പറഞ്ഞു, ഏകാത്മപ്രത്യയസാരം. ഏകാത്മപ്രത്യയസാരം അതിൻ്റെ പിന്നെ പ്രമാണം എന്ന് പറയുന്ന ഏകാത്മപ്രത്യയം. അതായത് ഞാൻ ഉണർന്നിരുന്നു, ഞാൻ സ്ഥൂല വിഷയങ്ങൾ അനുഭവിച്ചു, ഞാൻ സൂക്ഷ്മ വിഷയങ്ങൾ അനുഭവിച്ചു, ഞാനൊന്നും അറിയാതിരുന്നു. ഇങ്ങനെ 3 അനുഭവം നമുക്കുണ്ട്. ഈ അനുഭവം മുഴുവനും ഞാനെന്നാണ്, ഞാൻ അനുഭവിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ 3 സ്ഥലത്തും, അതായത് ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അറിഞ്ഞുകൊണ്ടിരുന്നത് ഏകാത്മപ്രത്യയം, ഒരേ ആത്മാവാണ് എന്ന് അറിയണം. ഈ 3 അവസ്ഥകളെയും അറിയുക എന്ന് നമ്മളിപ്പം പറയില്ല, അതിനെ ശാസ്ത്രത്തിൽ പ്രകാശിപ്പിക്കുക, ബോധിപ്പിക്കുക. ഇതിങ്ങനെ ഉണ്ട്. ഇപ്പം സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാം പ്രകാശിക്കുന്നുണ്ട്. സൂര്യൻ അതിലൊരു കർത്തൃത്വമില്ല, പക്ഷേ നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ എല്ലാ വിഷയങ്ങൾക്കും ഉണ്മ കൊടുത്തുകൊണ്ട് അതിനെ വെളിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ആത്മാവ് ഏകമായ ആത്മാവാണ്. അത് ഏകമായ ആത്മാവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രമാണം. ഏകാത്മപ്രത്യയം, ഒരേ ആത്മാവാണ് ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാ വിഷയങ്ങളെയും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്ന ആ ഒരു അറിവ്, ഏകാത്മപ്രത്യയ അറിവ്. അതായത് ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ ഉറങ്ങി, ഞാൻ ഉണർന്നിരുന്നു, ഇതൊക്കെ കേൾക്കുന്നു എന്നൊക്കെയുള്ള ബോധം, എല്ലായിടും ഞാനാണ് കേൾക്കുന്നത്. ആ ഞാൻ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കണം. ഏകാത്മപ്രത്യയം, ഒരേ ആത്മാവാണ് ഇവിടെ. ഇതേ അതിൻ്റെ തള്ളിക്കളയേണ്ടതൊക്കെ പറഞ്ഞു ഇവിടെ ബഹിഷ്പ്രജ്ഞം. അങ്ങനെ ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ഈ വിഷയത്തെ എല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഏകമായ ആത്മാവ്, അത് ഏകമായ ആത്മാവാണെന്ന് മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ പ്രമാണം, ഏകാത്മപ്രത്യയസാരം. അവിടെ എങ്ങനെയുള്ളതാണ് ഏകാത്മാവ്? പ്രപഞ്ചോപശമം. അവിടെ പ്രപഞ്ചമേ ഇല്ല. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചഭൂതങ്ങളുടെ ഒരു വിലാസമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. കാരണം 5 ഭൂതങ്ങൾ കൊണ്ട്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മളറിയുന്നു. ഈ ഈശ്വരൻ എന്ന് പറയുന്നത് എന്താ? ഈശ്വരൻ വായുപാധി ചൈതന്യമാണ്. വായുവാണ് അവിടെ ഉപാധി. ആ വായുവിനെയാണ് ഭഗവാൻ ഇങ്ങനെ പ്രപഞ്ചമാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഈ വായുവിൽ നിന്നും ബാക്കി എല്ലാ ഭൂതങ്ങളും ഉണ്ടായിട്ട് ഓരോ ഭൂതത്തിനും ഓരോ കർത്തവ്യം, എന്നിട്ട് അതിനെ പഞ്ചീകരിച്ച് ഈ ബാഹ്യപ്രപഞ്ചം ഉണ്ടാക്കി. പഞ്ചീകരിക്കാത്ത ആ ഭാഗം കൊണ്ട്, അതിൻ്റെ രാജസഭാവം കൊണ്ട് ഈ കർമ്മേന്ദ്രിയങ്ങളുണ്ടായി. അതിൻ്റെ സാത്വിക ഭാവം കൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടായി. അപ്പം ഈ ജ്ഞാനേന്ദ്രിയങ്ങളും അതിൻ്റെ ഏറ്റവും അവ്യാകൃതമായ അപഞ്ചീകൃതമായ പഞ്ചഭൂതത്തിൽ നിന്ന് അന്ധകരണവും ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടാണ് പ്രവർത്തിക്കുന്നതെല്ലാം. ഇതെല്ലാം കൂടാണ് പ്രപഞ്ചം. കാരണം നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ഓരോ ഭൂതത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആകാശത്തിൽ നിന്ന് ആകാശഗുണം ശബ്ദമാണ്. ആകാശത്തിൽ നിന്ന് ചെവിയുണ്ടായി. ചെവി എന്ന് പറഞ്ഞാൽ ഈ ചെവി പഞ്ചഭൂതാത്മകം. ഇതിനകത്തിരിക്കുന്ന ഇന്ദ്രിയം ആണ് അപഞ്ചീകൃതമായിരിക്കുന്നത്. അത് ആണ് ഇന്ദ്രിയം. അങ്ങനെ ഓരോ ഭൂതത്തിനും പ്രാധാന്യമുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ പറയുന്നത് ശ്രോത്രം, ത്വഗ്, അക്ഷി, രസന, ഘ്രാണം.
5 കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, ഇങ്ങനെ 5. ഇതിനെല്ലാം ഓരോ ഭൂതത്തിൻ്റെ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ എല്ലാം ഈ കാണുന്ന നമ്മുടെ ശരീരമാകട്ടെ, നമ്മുടെ മനസ്സാകട്ടെ, നമ്മുടെ ഉള്ളിൽ കാണുന്ന പ്രപഞ്ചമാകട്ടെ, ഇതെല്ലാം ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് പല മാത്ര വ്യത്യാസങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു അതുകൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചഭൂതാത്മകമാണ്. പഞ്ചഭൂതങ്ങളുടെ ഒരു വിലാസം മാത്രമാണ്. അപ്പോൾ പ്രപഞ്ചോപശമം ഇത് മുഴുവൻ ഇത് എല്ലാം അടങ്ങിക്കഴിഞ്ഞപ്പോൾ, എല്ലാം ഈശ്വരനിൽ അടങ്ങിക്കഴിഞ്ഞപ്പം പ്രപഞ്ചം ഉപശമിച്ചു. ഞാൻ ഈ പറഞ്ഞ ആത്മാവിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ലേശം പോലും ഇല്ല, അതിൻ്റെ അല്പം പോലും അവിടെ പ്രപഞ്ചം. അതുകൊണ്ടാണല്ലോ ജ്ഞാനം മാത്രം. നേരത്തെ ഒരിടത്ത് പറഞ്ഞല്ലോ, ജ്ഞാനം മാത്രമാണ്, വേറൊന്നുമില്ല. അപ്പോൾ അവിടെ ഈ പ്രപഞ്ചമേ ഇല്ല. പ്രപഞ്ചം വരുമ്പം ദ്വൈതമായി. ജ്ഞാനം മാത്രം, പ്രപഞ്ചോപശമം, ശാന്തം. അവിടെ ഒരു അനക്കവുമില്ല, ഒരു പ്രവൃത്തിയുമില്ല, ശാന്തമാണ്. ശിവം ഏറ്റവും മംഗളകരമാണ്. അദ്വൈതം, ദ്വൈതമില്ലാത്തത്. ദ്വൈതം ഇല്ലാത്തതെന്ന് പറയണം. ദ്വൈതം അല്ലാത്തതെന്ന് പറഞ്ഞാൽ, ദ്വൈതം അല്ലാത്തത് 3 ആകാമല്ലോ, 4 ആകാം, അത് ശരിയല്ല. ദ്വൈതം ഇല്ലാത്തത്, ദ്വൈതം എന്നൊരവസ്ഥയില്ല, രണ്ടാമതൊന്നേ ഇല്ല. അതാണ് അദ്വൈതം. ചതുർത്ഥം മന്യന്തെ, അതാണ് 4ാമത്തെ പാദം. സ ആത്മാ സവിജ്ഞേക, അതാണ് ആത്മാവ്, അതിനെ അറിയണം. അപ്പം നമ്മൾ 3 അവസ്ഥകളെയും നല്ലപോലെ വിവേചിച്ച് ഇതിലെ അറിയപ്പെട്ടതെല്ലാം മിഥ്യയാണെന്ന് മനസ്സിലാക്കി, ഇതിനെ പിന്നെ എന്താണ് ബാക്കിയുള്ളതെന്ന് നല്ലപോലെ വിവേചനം ചെയ്ത് ഈ 3നും സാക്ഷിയായി നിന്ന് ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും ജഗത്തെയും അറിഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന, അറിയുന്നില്ല, അവിടെ അറിവെന്നൊരു ക്രിയ നടക്കുന്നില്ല, ഇതിനെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ കേവല ബോധമാണ് സത്യം, അതാണ് ആത്മാവ്. അതിനെയാണ് നമ്മൾ അറിയേണ്ടത്. അതിന് നല്ലപോലെ വിചാരം ചെയ്യണം. ഈ 3 അവസ്ഥയെക്കുറിച്ച് നല്ലപോലെ വിവേചിച്ച് മിഥ്യയെ തള്ളി, നല്ലപോലെ വിചാരം ചെയ്ത് മിഥ്യയെ തള്ളി സത്യത്തെ സാക്ഷാത്കരിക്കണം, അപരോക്ഷമായി സാക്ഷാത്കരിക്കും. ഇപ്പം നമുക്ക് ഞാനെന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ട്. ഏതിനുമുണ്ട് ഒരു ഞാൻ. അത് എന്ന് ജനിച്ചു എന്നും ഇരിക്കും, എന്നും അതിലുണ്ട്. ഇനി അടുത്ത ജന്മത്തിലോട്ട് പോകുമ്പോഴേ അവിടെയും ഉണ്ടത്. അപ്പം എവിടെയും ഒരുപോലെ പ്രകാശിക്കുന്ന ഒരേ ഒരു ചൈതന്യം, അത് ബോധമാകുന്നു, അതാണ് ആത്മാവ്. അതിനെ അറിയണം, അതിനെ അപരോക്ഷമായിട്ട് അറിയണം. അപ്പം ഈ ഞാൻ എന്നുള്ളതിൻ്റെ ലക്ഷ്യം ഈ പറഞ്ഞ ആത്മാവാണ് എന്ന് സാക്ഷാത്കരിക്കുന്നതാണ് ആത്മസാക്ഷാത്കാരം. അതാണ് മുക്തി. വേറെ എന്തിനും മുക്തിയില്ല. കാരണം ഇവിടെ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടെങ്കിൽ നമ്മളത് അനുഭവിക്കാൻ ജനിക്കേണ്ടി വരും. ഇപ്പം ഒന്നുമില്ല, എല്ലാ ഉപാധികളും വിട്ട് കഴിയുമ്പോൾ പിന്നൊന്നുമില്ല, ഈ ബോധം മാത്രമേ ഉള്ളൂ. നാന്തപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം അദൃഷ്ടമവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശ്യം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവമദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ. ഇവിടെ അല്ലേ അന്തപ്രജ്ഞം ബഹിഷ്പ്രജ്ഞം നോഭേദപ്രജ്ഞം പ്രജ്ഞാനഘനം ന പ്രജ്ഞം അപ്രജ്ഞം. ഇവിടെ ഒറ്റ ഒരു സംഗതി ഇവിടെ എല്ലാം തുറന്നു നിൽക്കുന്നുണ്ട്. ഞാൻ എന്നൊരു എണ്ണം ഇല്ലേ, ബാക്കി എല്ലാം മാറിപ്പോയി. ഞാൻ എന്നുള്ളത് മാത്രം തുടർന്നു നിൽക്കുന്നു. അതായത് ആ നിർവിശേഷ ജ്ഞാനസ്വരൂപമാണ് ഞാൻ. നിത്യ അത് ഞാൻ എന്നുള്ളതിനെ ഒന്ന് നൗണാക്കി. അപ്പം ഈ ജ്ഞസ്വരൂപമാണ് ശരിയായ ആത്മസ്വരൂപം. നനു ഇതൂടെ വായിക്കാം. നനു ഇത് അതേപോലെ നല്ലൊരു വരണ. നനു ആത്മനഃ ചതുഷ്പാത്വം പ്രതിജ്ഞായ പാദത്രയ കഥനേനൈവ ചതുർത്ഥസ്യ അന്തഃപ്രജ്ഞാദിഭ്യഃ അന്യത്വേ സിദ്ധേ ന അന്തഃപ്രജ്ഞം ഇത്യാദി പ്രതിഷേധോ അനർത്ഥകഃ
ഒരു വാദം ആദ്യം എടുക്കുകയാണ്, ഒരു സംശയം. ഒരു നനു എന്ന് തുടങ്ങുന്ന മിക്കവാറും ഒരു പൂർവപക്ഷമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പൂർവപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു സംശയം പറയാം. അപ്പം ആത്മനഃ ചതുഷ്പാത്വം പ്രതിജ്ഞായ. അപ്പം ആദ്യം പറഞ്ഞതിന് സ ആത്മാ ചതുഷ്പാദം എന്നാണല്ലോ പറഞ്ഞത്. അപ്പം 4 വാദങ്ങളുണ്ടെന്ന് പറഞ്ഞു ആദ്യം തന്നെ. പ്രതിജ്ഞായ അതായിരുന്നു പ്രതിജ്ഞ. എന്നിട്ട് പാദത്രയ കഥനേനൈവ ചതുർത്ഥസ്യ അന്തഃപ്രജ്ഞത്വാദിഭ്യ അന്യത്വ. പാദത്രയ കഥനേനൈവ ഈ 4 ഉണ്ടെന്ന് പറഞ്ഞു. 3 പറഞ്ഞു കഴിഞ്ഞു. 3 പറഞ്ഞാൽ ബാക്കിയുള്ളത് 4 അല്ലേ, അത് പിന്നെ പ്രത്യേകം പറയാനുണ്ടോ? ചതുർത്ഥസ്യ അന്തഃപ്രജ്ഞാദിഭ്യ അന്യത്വേ സിദ്ധേ. അപ്പം ഇതിൽ നിന്നെല്ലാം ഭിന്നമായതാണ് 4 പാദം എന്ന് മനസ്സിലാക്കാമല്ലോ. പിന്നെന്തിനാണ് അന്തഃപ്രജ്ഞം ഈ മന്ത്രം പിന്നെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ? 4 പറഞ്ഞു, 3 പറഞ്ഞു. അതിൽ ഉൾപ്പെടാത്തത് എന്താണോ അത് 4 പറയാനാണ് പറഞ്ഞാൽ പോരെ, അല്ലാതെ ഈ പറയുന്നതിൽ എന്താണ് അർത്ഥം? അപ്പം ഇത് ഇവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അത് ശരിയല്ല പറഞ്ഞത്. കാരണം സർപ്പാദി വികൽപ്പ പ്രതിഷേധേനൈവ രജ്ജുസ്വരൂപ പ്രതിപത്തിവത് ത്രയവസ്ഥസ്യ ഏവ ആത്മനസ്തുരീയത്വേന പിപാദയിഷിതത്വാത്. ഇപ്പം ഒരു സർപ്പത്തെ കണ്ടു. ഒരു പാമ്പിനെ കണ്ടിട്ട് പേടിച്ച് നടന്നപ്പം അത് പാമ്പല്ല എന്നറിയണമെങ്കിൽ ആ കയറിനെ നമ്മളറിയണം. ഒരു പ്രമാണം കൊണ്ടുവന്ന് കയറിനെ അറിയുമ്പോഴാണ് ഇത് പാമ്പല്ല എന്ന് മനസ്സിലാകുന്നത്. അതേസമയം അതുപോലെ ഇവിടെ ത്രയവസ്ഥസ്യ ഏവ ആത്മനഃ തുര്യത്വേന 3 അവസ്ഥയിലും 3 അവസ്ഥകളെ അറിഞ്ഞുകൊണ്ടും അതൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്നത് യാതൊന്നാണോ അതാണ് ആത്മാവെന്ന് പറയുന്നത്. അതായത് 3 ഭിന്നമായിട്ട് വരണമല്ല. ഈ 3 അവസ്ഥകളിൽ നിന്നും മാറി 4 ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് ജാഗ്രതയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയിട്ടാണ് സ്വപ്നത്തിലോട്ട് വരുന്നത്. അതേപോലെ ഈ 3 മാറിയിട്ടൊരവസ്ഥയല്ല ഈ 4 അവസ്ഥ. കാരണം ഈ 3 അവസ്ഥയിലും തുടരുന്ന ഒരവസ്ഥയാണ് ഈ 4. അതിനെയാണ് ഇവിടെ പ്രകാശിപ്പിക്കേണ്ടത്. അതുകൊണ്ട് സർപ്പാദി വികൽപ്പ പ്രതിഷേധേനൈവ രജ്ജുസ്വരൂപ പ്രതിപത്തി. സർപ്പമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു പ്രമാണം കൊണ്ട്. അപ്പോൾ ഇത് ഒരു കയറാന്ന് മനസ്സിലായി. പിന്നെ കൂടുതലൊന്നും അവിടെ ചെയ്യണ്ട. അതുപോലെ ത്രയവസ്ഥസ്യൈവ ആത്മനസ്തുര്യത്വേന പ്രതിവിപാദയിഷിതത്വാത്. അപ്പോൾ ഈ 3 അവസ്ഥകളിലും ഉള്ള ആത്മാവിനെ തന്നെ ഇതാണ് 4 മനസ്സിലാക്കുക. അപ്പം വിശ്വനിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും കഴിക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഈ വിശ്വൻ ഇരിക്കുമ്പം വാസ്തവത്തിൽ വിശ്വൻ ഈ പാമ്പിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ശരിയായ ആൾ ആത്മാവാണ്. അങ്ങനെ മനസ്സിലാക്കിക്കാനാണ് ഇങ്ങനൊരു 4 പാദം. തത്വമസി ഇതിവത്. തത്വമസി പറയുന്നത് എങ്ങനെയാണ്? തത്വമസി 3 പറയുന്നത്. ഈശ്വരൻ ജീവൻ 3 യാതൊരു ചൈതന്യമാണോ ഈശ്വരൻ അസ്തിത്വം കൊടുക്കുന്നത്, ആ ചൈതന്യം തന്നെയാണ് ജീവനും അസ്തിത്വം കൊടുക്കുന്നത്. ആ ചൈതന്യം എന്നുള്ള രീതിയിലാണ് ഒന്ന്. യതിഹി സ്ഥാന ത്രയവസ്ഥാത്മ വിലക്ഷണം. ത്രയവസ്ഥാത്മവിലക്ഷണം ഈ 3 അവസ്ഥയിലും ഉള്ള ആത്മാവിൽ നിന്ന് വിലക്ഷണമാണ്. തുരീയം അന്യത്. അപ്പോൾ ഈ തുരീയം എന്ന് പറയുന്നത് ഈ 3 അവസ്ഥ. ഇപ്പം ജാഗ്രതയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഭിന്നമാണ് സ്വപ്നം. അതേപോലെ ഈ 3 അവസ്ഥകളിൽ നിന്നും ഭിന്നമായ ഒന്നാണ് തുരീയം എന്നാണ് പറയുന്നതെങ്കിൽ തുരീയം അന്യത് തൽ പ്രതിപത്തിദ്വാരാഭാവാത് ശാസ്ത്രോപദേശാനർത്ഥക്യം ശൂന്യതാപത്തിർവ. അപ്പം പ്രതിപത്തി ദ്വാരാഭാവാത് ഈ 3 അവസ്ഥയിലും അല്ല, 4 ഒരു ഇതിൽ നിന്നും ഭിന്നമായിട്ട് സ്വപ്നവും ഉറക്കവും എങ്ങനെ ഭിന്നമായിരിക്കുന്നു അതുപോലെ ഒരവസ്ഥയാണ് 4 പറഞ്ഞാൽ. 4 എങ്ങനെ അറിയും? 4 അവസ്ഥയെക്കുറിച്ച് എങ്ങനെ? മറ്റേ നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് 3 അവസ്ഥ. 4 എങ്ങനെ അറിയാൻ സാധിക്കും? ഇപ്പം പ്രതിപത്തി ദ്വാരാഭാവാത് അറിയാനൊരു വഴിയുമില്ല. അപ്പം ഈ 3 നിന്നും അത്യന്ത ഭിന്നമാണ് 4 അവസ്ഥയെങ്കിൽ ആ 4 അവസ്ഥ അറിയാൻ ഒരു വഴിയുമില്ല എന്ന് പറയേണ്ടി വരും.
അപ്പം ശാസ്ത്രോപദേശാനർത്ഥക്യം, പിന്നെ ശാസ്ത്രം എന്താ ഉപദേശിക്കുന്നത്? ഇതിൽ നിന്ന് ഏറ്റവും ഭിന്നമാണ് പിന്നെ ആത്മാവെങ്കിൽ അതിനെ അറിയാൻ വഴിയുമില്ല, അതിന് ശാസ്ത്രം പറയുന്നതിന് അർത്ഥവുമില്ല എന്ന് പറയേണ്ടി വരും. അനർത്ഥക്യം, ശൂന്യതാപത്തിർവ, അല്ലെങ്കിൽ ഇതെല്ലാം ശൂന്യമാണെന്ന് പറയും, ശൂന്യവാദമാകും. അതുകൊണ്ട് ഈ അവസ്ഥയിലും തുടരുന്ന ഒരു തത്വമാണ് ഈ ആത്മാവെന്നാണ് സ്ഥാപിക്കേണ്ടത്. അപ്പം രജ്ജുരിവ സർപ്പാദിഭി വികൽപ്യമാന സ്ഥാനത്രയേപ്യാത്മൈക ഏവ അന്തഃപ്രജ്ഞാതിത്വേന വികൽപ്യതേ. രജ്ജുരിവ സർപ്പാദിഭിർ വികൽപ്യമാന, ഈ രജ്ജുവിനെ സർപ്പമായിട്ട് നമ്മൾ വികൽപ്പിക്കുക. അത് സത്യമല്ലല്ലോ, ഒരു അറിവല്ലല്ലോ, അത് ഒരു വികല്പ സംശയമാണ്. അതാണോ ഇതാണോ ഒരു വികല്പമാണ്. അപ്പോൾ അങ്ങനെ അതിനെ ഒരു സർപ്പമാണെന്ന് സങ്കല്പിക്കുന്നു. അതായത് നിർജീവമായി ജഡമായി കിടക്കുന്ന, വെറുതെ അനങ്ങാതെ കിടക്കുന്ന, നിശ്ചലമായി കിടക്കുന്ന ഒരു വസ്തുവിനെ ഓടുന്ന ഒരു സർപ്പമായിട്ട് നമ്മൾ കാണുക. അങ്ങനെ വികൽപ്പിക്കുക. അങ്ങനെ വികൽപ്പിച്ചാൽ വികൽപ്യത യഥാ സർപ്പാദിഭിർ വികൽപ്യമാന സ്ഥാനത്രയേപ്യാത്മാ ഏവ അന്തഃപ്രജ്ഞത്വാദിതേന വികൽപ്യതേ യഥാ. ഇപ്പം എന്താണ് ഇവിടെ സർപ്പത്തെ, ഒരു കയറിനെ എങ്ങനെ സർപ്പമാണെന്ന് വേൽപ്പിക്കുന്നു, അതേപോലെ ആ ആത്മസ്വരൂപത്തെ, ജ്ഞാനസ്വരൂപത്തെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെ വികൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അവിടെ അങ്ങനെ ഒരു അവസ്ഥയില്ല, പക്ഷേ ഇതിനെ വികൽപ്പിക്കുകയാണ്. ആ ആത്മാവ് തന്നെയാണ് ഈ മൂന്നവസ്ഥകളിലും, ആത്മാവിനെ തന്നെയാണ് ഇങ്ങനെ മൂന്നായിട്ട് സംശയിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തഃപ്രജ്ഞത്വാദി പ്രതിഷേധ വിജ്ഞാന പ്രമാണ സമകാലമേവ ആത്മനി അനർത്ഥപ്രപഞ്ച നിവൃത്തി ലക്ഷണഫലം പരിസമാപ്തം. അത് ഈ ആത്മാവിൽ കൽപ്പിച്ചതായിരുന്നു ഈ മൂന്നവസ്ഥകളും എന്നെപ്പോൾ മനസ്സിലാക്കുന്നു, അപ്പോൾ തന്നെ തഥാ അന്തഃപ്രജ്ഞത്വാദി പ്രതിഷേധ വിജ്ഞാന പ്രമാണ സമകാലമേവ. അതായത് അന്തഃപ്രജ്ഞത്വാദി പ്രതിഷേധം നമ്മൾ അങ്ങനെയാണല്ലോ അതാണല്ലോ ഈ മന്ത്രത്തിൽ ചെയ്യുന്നത്. അന്തഃപ്രജ്ഞ എന്നത് ബഹിഷ്പ്രജ്ഞം ചെയ്യുന്നത്. ഈ മൂന്നവസ്ഥകളും വികല്പമാണ്, സത്യമല്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പം അങ്ങനെ അതിനെ എങ്ങനെയാണോ പ്രതിഷേധിക്കുന്നത്, ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയിലെയും ദൃശ്യങ്ങളെ പ്രതിഷേധിക്കുക, അത് സത്യമല്ലെന്നറിയുക. എപ്പോഴാണോ സത്യമല്ല എന്നറിയുന്നത്, പ്രതിഷേധ വിജ്ഞാന പ്രമാണ സമകാലമേവ, ആ പ്രതിഷേധ വിജ്ഞാനം ഇത് സത്യമല്ല എന്ന് മനസ്സിലാക്കി, സത്യമല്ല എന്ന് നമ്മൾ നല്ലപോലെ വിചാരിച്ച് ഇത് സത്യമല്ല എന്ന് മനസ്സിലാക്കി, ആ പ്രമാണം എപ്പോഴാണോ ഈ പ്രമാണം കൊണ്ട് ഇതാണ് സത്യം, മറ്റൊന്നും സത്യമല്ല എന്നറിയുന്നത്, അപ്പം തന്നെ സമകാലമേവ ആത്മനി അനർത്ഥപ്രപഞ്ച നിവൃത്തി ലക്ഷണ ഫലം. നമുക്ക് ഫലം കിട്ടേണ്ടത് ഈ പ്രപഞ്ചം നമ്മിൽ നിലനിൽക്കുന്നില്ല, ഇങ്ങനൊരു പ്രപഞ്ചം ഇല്ല എന്നാണ് നമുക്കറിയുന്നത്. ആത്മസ്വരൂപം ഇതാണ് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇതിനെയെല്ലാം തള്ളിക്കളയുമ്പോൾ, ഈ മൂന്ന് അവസ്ഥകളിലും അനുഭവപ്പെട്ട ദൃശ്യങ്ങളെയെല്ലാം തള്ളിക്കളയുമ്പോൾ ഇതിനെല്ലാം സത്ത കൊടുത്തിരുന്ന ആ ആത്മാവിനെ അറിയാൻ സാധിക്കും. അപ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അതിന് വേറൊരു പ്രമാണമൊന്നും വേണ്ട. എപ്പോഴാണോ ഇത് പാമ്പല്ല എന്നറിയുന്നത്, അപ്പോൾ തന്നെ രജ്ജുവിനെ അറിയുന്നുണ്ട്. അതിന് പ്രത്യേകം ഒരെണ്ണം വേണ്ട, പ്രത്യേകം പിന്നൊരു പ്രമാണം വേണ്ട. അതുപോലെ ഈ പ്രപഞ്ചം സത്യമല്ല, തന്നിൽ ആരോപിതമായിരുന്നു എന്ന് എപ്പോൾ ബോധിക്കുന്നുവോ, വെറുതെ പറഞ്ഞാൽ പോരാ, അത് ബോധിക്കണം. എപ്പോഴാണോ ബോധിക്കുന്നത്, അപ്പോൾ നമ്മളിൽ നിന്നും ഈ പ്രപഞ്ചം പൂർണ്ണമായിട്ട് മാറും. വേറൊരു പ്രമാണം വേണ്ട. നമുക്ക് വേണ്ട പ്രമാണം എന്താ? ഏകാത്മപ്രത്യയമാണ് പിന്നെ പ്രമാണം വേണ്ടത്. ആ പ്രമാണം കൊണ്ട് നമ്മൾ ബോധിച്ചു കഴിയുമ്പോൾ അപ്പം തന്നെ ഈ പ്രപഞ്ചം ഇല്ലാതാകും. അനർത്ഥ പ്രപഞ്ച നിവൃത്തി ലക്ഷണഫലം പരിസമാപ്തം. അവിടെ കൊണ്ട് സമാപിച്ചു. ഇതറിഞ്ഞാൽ മതി. ഇതറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എല്ലാം സമാപിച്ചു കഴിഞ്ഞു. ഇത് തുരീയാധിഗമേ പ്രമാണാന്തരം സാധനാന്തരം വാ നമൃഗ്യം. അത് തുരീയ അധിഗമേ, ഈ നാലാമത്തെ അയമാത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞ ആ ബ്രഹ്മസ്വരൂപത്തെ അറിയാൻ
പിന്നെ വേറെ ഒരു പ്രമാണമോ ഒരു സാധനമോ ഒന്നും ചെയ്യേണ്ട. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബോധിക്കണം. ഇത് അപരോക്ഷമായിട്ട് ബോധിക്കണം. ബോധിച്ചു കഴിയുമ്പം പിന്നൊന്നും വേണ്ട. പ്രമാണാന്തരം സാധനാന്തരം വാന മൃഗ്യ രജ്ജു സർപ്പ വിവേക സമകാല ഇവ രജ്ജുവാം സർപ്പനിവൃത്തിഫലേ സതി രജ്ജു അധിഗമസ്യ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാണ്, രജ്ജു ഇത് സർപ്പമല്ല എന്നറിഞ്ഞാൽ മതി, അവിടെ വേറൊന്നും ചെയ്യാനില്ല. സർപ്പത്തിനെ നമ്മൾ രജ്ജുവിനെ അറിയാൻ പിന്നെ വേറൊന്നും ചെയ്യണ്ട. ഇത് സർപ്പമല്ല എന്നറിയുമ്പോൾ രജ്ജു വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ രജ്ജുസ്ഥാനീയമായ ആ കേവല സത്തയെ മനസ്സിലാക്കി, അതിൽ കൽപ്പിതമായിരുന്നത് സത്യമല്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മനസ്സ് പിന്മാറണം. അതാണ് സമാധി എന്ന് പറയുന്നത്. അല്ല, അതിൽ നിന്ന് മനസ്സ് പിന്മാറുക എന്ന് പറഞ്ഞാൽ മനസ്സ് വൃത്തിയൊന്നും ഇല്ലാതായി മനസ്സ് അഖണ്ഡമാകുക. അതാണല്ലോ സാധന. രജ്ജു സർപ്പ വിവേക സമകാല ഇവ രജ്ജുവാം സർപ്പ നിവൃത്തിഫലേ സതി രജ്ജു അധിഗമസ്യ. അപ്പോൾ അതിനെ അറിയാൻ വേറെ പ്രമാണമൊന്നും വേണ്ട, വെട്ടം കൊണ്ടുവന്നാൽ മതി. വെട്ടം കൊണ്ടുവന്ന ഉടനെ പാമ്പിനെ അറിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ സംശയം തരും. അതേപോലെ ഈ ശാസ്ത്ര പ്രമാണം കൊണ്ട് ഇതെല്ലാം സത്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിന് അധിഷ്ഠാനമായിരിക്കുന്ന ഇത് സത്യമല്ല എന്ന് മനസ്സിലാക്കിയാൽ പോരാ. ഇതിനധിഷ്ഠാനമായിരിക്കുന്ന താനാണ് സത്യം, അതിൻ്റെ സ്വരൂപം ഈ പറഞ്ഞതാണ് എന്ന് ശാന്തശിവദ്വൈതം എന്ന് പറഞ്ഞല്ലോ, അതാണ് അതിൻ്റെ സ്വരൂപം എന്ന് അറിയുന്നത് എപ്പോഴാണോ അപ്പോൾ തന്നെ നമ്മുടെ സാധനകളെല്ലാം സമാപിച്ചു കഴിഞ്ഞു. യേഷാം പുനഃസമോപനയ വ്യതിരേകേണ ഘടാധികമേ പ്രമാണം വ്യാപ്യ. പലർക്കും കൊണ്ട് ഈ ജ്ഞാനിയായാലും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യണമെന്നൊക്കെ പക്ഷമുള്ളവരുണ്ട്. അപ്പോൾ അതിനെ നിഷേധിക്കാനാണ് ഇത് പറയുന്നത്. അപ്പം പുനഃ ആപനയ വ്യതിരേകേണ ഘടാധികമേ പ്രമാണം വ്യാപ്രിയത. ഒരു ഘടമിരിക്കുന്നു, ആ ഇരുട്ടാണ്, നമുക്ക് കാണാൻ ഒരു കുടം ഇങ്ങെടുത്തുകൊണ്ട് കുടം കാണുന്നില്ല, ഇരുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ആ ഇരുട്ട് മാറി ഒരു വെളിച്ചം വരണം. വെളിച്ചം കണ്ടാൽ ഉടനെ കുടം കണ്ടു, പിന്നെ അതിന് പ്രത്യേക ഒരു പ്രമാണമൊന്നും വേണ്ടല്ലോ. ഇത് കുടം ഇരിക്കുന്ന ഇത് കുടം ഇന്നതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അപരോക്ഷമായി നമ്മൾ ബോധിച്ചിരിക്കണം. അതുകൊണ്ടാണ് പരോക്ഷജ്ഞാനം ഉണ്ടായെങ്കിലേ അപരോക്ഷജ്ഞാനം ഉണ്ടായി. പരോക്ഷമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് സ്വരൂപം എന്നിട്ട് വിചാരം ചെയ്യണം. വിചാരം ചെയ്ത് അഖണ്ഡമായി തീരുമ്പം എല്ലാ ദൃശ്യങ്ങളും മാറി ആ മനസ്സ് അഖണ്ഡമായി തീരുമ്പം അത് തനിയെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതിനെ അറിയാൻ സൂക്ഷ്മവൃത്തിഭി ദരിസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അറിയേണ്ടത്. അതിസൂക്ഷ്മമായ വൃത്തി, ഒരു വളരെ അതിസൂക്ഷ്മമായ വൃത്തി കൊണ്ട് അതിനെ അറിയാൻ സാധിക്കും. ഈ സമാനാധികരണ്യം എന്ന് പറയുന്നത്, സമാനാധികരണ്യം എന്ന് പറഞ്ഞാൽ ഒരേ അധികരണത്തിലിരിക്കുക. ഇപ്പം ഇവിടെ സൂര്യപ്രകാശമുണ്ട്, ഇനി ഒരു വെളിച്ചം അങ്ങോട്ട് കാണിച്ചാൽ ആ വെളിച്ചം ഒരു വിശേഷാൽ വെളിച്ചമാകും. പക്ഷേ സമാനാധികരണമുണ്ട്, രണ്ടും ആ ഭിത്തിയിലായിരിക്കുന്നത്, ഒരേ അധികരണത്തിലാണ് ഇരിക്കുക. അതാണ് സമാനാധികരണം. അപ്പോൾ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആ കേവലബോധം, അവിടെ ഒരു വിശേഷബോധം വന്നു, നമ്മുടെ മനസ്സിൻ്റെ ഒരു വിശേഷബോധം വന്നു. രണ്ടുപേരുടെ ഇതിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റുമോ? അപ്പോൾ അത് തന്നെയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാകണം. ഈ വിഷയങ്ങളെല്ലാം മാറുമ്പോൾ അത് മനസ്സിലാകുമ്പം ഇതാണ് തൻ്റെ സ്വരൂപം എന്നറിഞ്ഞു കഴിയുമ്പോൾ അതാണ് നമുക്ക് സാധിക്കാനുള്ളത്. അതാണ് അപരോക്ഷജ്ഞാനം. അപനയന വ്യതിരേകേണ ഘടാധികമേ പ്രമാണം വ്യാപ്രിയത. വേറെ ഒരു പ്രമാണം വേണ്ട, വേറെ ഒരു കാര്യത്തിലും വ്യാപരിക്കേണ്ട ആവശ്യമില്ല. തേഷാം ഛേദ്യ അവയവ സംബന്ധവിയോഗ വ്യതിരേകേണ അന്യതര അവയവേ അഭി ചിതി വ്യാപ്രിയത ഇത്യുക്തം. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാണ്, ഒരു വസ്തുവിനെ രണ്ടാക്കണം. ഇതിനെ ഒന്ന് കീറി രണ്ടാക്കണം. നമ്മൾ കീറി രണ്ടാക്കിയാൽ മതി, വേറെ രണ്ടായി, വേറൊന്നുമില്ല. ഇവിടെ വേറൊരു പ്രമാണമില്ല, വേറൊരു പ്രവൃത്തിയുമില്ല, വേറൊന്നുമില്ല. അതേപോലെ ഇതാണ് സത്യം എന്ന് ബോധിച്ചാൽ മതി. മറ്റുള്ളതൊന്നും സത്യമല്ല, ഇത് കൽപ്പിതമായിരുന്നു, ഇത് സത്യമല്ല, ഇതിൻ്റെ സത്യം ഇതാണ്, അതാണ് ആത്മാവ് എന്ന് ബോധിച്ചാൽ മതി. ഇത്യുക്തം യഥാ ഘട തമസോഹോ വിവേകകരണേ പ്രവൃത്തം പ്രമാണം അനുപാദിത്സിത തമോ നിവൃത്തിഫലാവസാനം ഛേദ്യാവയവ സംബന്ധ വിവേകകരണേ
പ്രവൃത്ത. ഇതിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് എന്താ? പ്രമാണം അനുദുൽസിത തമോന്ന്. ഒരു ഇരുട്ടത്തിരിക്കുന്ന കുടത്തെ കാണണമെങ്കിൽ അവിടെ ഇരുട്ടുള്ളത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അനുദുൽസിത, അവിടെ നമുക്ക് വേണ്ടാത്ത തമസ് അങ്ങോട്ട് മാറുക എന്നുള്ളതേ ഉള്ളൂ അവിടെ പ്രമാണം. അപ്പോൾ അതിനെ ആ കുടത്തെ കാണാൻ സാധിക്കും. അതുപോലെ രണ്ടാക്കുക എന്നുള്ളത് രണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ഒരു പ്രമാണവും ആവശ്യമില്ല, ഒരു പ്രവൃത്തിയും ആവശ്യമില്ല. ഘടവിജ്ഞാനം പ്രമാണഫലം എന്നുവെച്ചാൽ തദ്വത് അഭി ആത്മനി അത്യാരോപിത അന്തഃപ്രജ്ഞത്വാദി വിവേകകരണേ പ്രവൃത്തസ്യ പ്രതിഷേധ വിജ്ഞാനപ്രമാണസ്യ അനുപാതിൽസിത അന്തഃപ്രജ്ഞത്വാദി നിവൃത്തി വ്യതിരേകേണ തുരീയേ വ്യാപാരോപപത്തി. ഇതിലൊറ്റ ഒരു കാര്യം ചെയ്താൽ മതി, ഇതിനെ അറിയുക. എന്നുവെച്ചാൽ തദ്വത് അഭി ആത്മനി അത്യാരോപിത അന്തഃപ്രജ്ഞത്വാദി വിവേകകരണേ. ഇപ്പം നമുക്കൊരു അനുഭവമുണ്ട്, അപ്പോൾ നമ്മൾ വേഗം തന്നെ ഞാനിതാണ് എന്നങ്ങ് മനസ്സിലാക്കി. അപ്പോൾ എന്നെ ഈ ശരീരത്തോട് സംബന്ധിച്ചതൊക്കെ എൻ്റേതാണെന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് വ്യവഹാരം നടക്കുന്നത്. ഇവിടെ അവ്യവഹാരിയാണ്. അപ്പം എൻ്റെ യഥാർത്ഥ സ്വരൂപം ഈ മൂന്നിടത്തും ഒരുപോലെ നിൽക്കുന്ന ഈ ബോധമാണ്, മൂന്നിനെയും വെളിപ്പെടുത്തുന്ന ബോധമാണ് എന്ന് നമ്മൾ നിർണയിച്ചു കഴിഞ്ഞാൽ, അപരോക്ഷമായി അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആത്മനി അത്യാരോപിത അന്തഃപ്രജ്ഞ. അപ്പോൾ ഈ അന്തഃപ്രജ്ഞത്വാദിയൊക്കെ ഇല്ലാതെ അത്യാരോപിതമാണെന്ന് മനസ്സിലാകുമ്പം പാമ്പ് അല്ല കുടമാണെന്ന് പറഞ്ഞാൽ പിന്നെ പാമ്പില്ലല്ലോ. അതേപോലെ ഈ മൂന്ന് വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, ഇവർ മൂന്ന് പേരും തൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയുമ്പം ഇല്ലാതാകും. പാമ്പില്ലാതാകുന്ന പോലെ ഇത് മൂന്നും ഇല്ലാതാകുമെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാകുക, ചിലത് അതിൻ്റെ ആ ഒരു പ്രതീതി നിലനിൽക്കും, പക്ഷേ സത്യമല്ല എന്ന് മനസ്സിലാകും. അങ്ങനെ രണ്ട് രീതിയുണ്ടല്ലോ. ഇപ്പോൾ ആകാശം ഇങ്ങനെ അവിടെ ഒരു ആകാശം ഇല്ലയെന്ന്, അവിടെ ഒരു വസ്തു ഇരിക്കുന്നില്ല എന്നറിയാം, എന്നാലും നമ്മൾ മേളിൽ നോക്കുമ്പോൾ ആകാശമാണ്. അതുപോലെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. പരമരീതിയൊക്കെ പിന്നെ നോക്കിയാലും വെള്ളം കിടക്കും, പക്ഷേ വെള്ളമില്ല നമ്മൾ നിർണയിച്ചു. അതേപോലെ ഈ മൂന്ന് അവസ്ഥകളിലും തന്നിലില്ല എന്ന് നിർണയിച്ചു കഴിഞ്ഞാലും പ്രാരബ്ധം കിടക്കുന്നെങ്കിൽ നമ്മളിതൊക്കെ പ്രാരബ്ധ വേഗം അനുഭവിച്ചേ പറ്റുള്ളൂ. അന്തഃപ്രജ്ഞത്വാദി വിവേകകരണേ പ്രവൃത്തസ്യ പ്രതിഷേധ വിജ്ഞാനപ്രമാണസ്യ. പ്രതിഷേധ വിജ്ഞാനപ്രമാണം എന്തിനാണ് അത് പ്രതിഷേധിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഇത് മൂന്നും സത്യമല്ല എന്ന് നമ്മൾ വിവേചിക്കുന്നത്? അനുപാതിൽസിത അന്തഃപ്രജ്ഞത്വാദി നിവൃത്തി വ്യതിരേകേണ. ആ നിവൃത്തി ഉണ്ടാകാനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ അനുപാതിൽസിത അന്തഃപ്രജ്ഞത്വാദി നമുക്ക് വേണ്ടത് ഇത് സത്യമല്ല, ഇത് അന്തഃപ്രജ്ഞ സ്വപ്നമോ അല്ലെങ്കിൽ തൈജസനോ പ്രാജ്ഞനോ ഒന്നും സത്യമല്ല എന്നറിയുക. അപ്പം അത് സത്യമല്ല എന്നറിയാനാണ് ഈ പ്രമാണം. ഈ പ്രമാണം കൊണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അന്തഃപ്രജ്ഞത്വാദി നിവൃത്തി വ്യതിരേകേണ തുരീയേ വ്യാപാരോപത്തി. ഇതിനെ തള്ളി ഈ മൂന്നും ജാഗ്രത സ്വപ്ന സുഷുപ്തിയും സത്യമല്ല, അതിന് സത്താസ്ഫൂർത്തി കൊടുത്ത ചൈതന്യം ഞാൻ ആണ് സത്യം, അത് തന്നെയാണ് ബ്രഹ്മം എന്നറിഞ്ഞു കഴിഞ്ഞു. ഈ തുര്യനിൽ പിന്നെ എന്ത് വ്യാപാരമാണുള്ളത്? ഈ തുര്യനാണെന്ന് ആ കേവല ബോധമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിൽ പിന്നെ ഒരു വ്യാപാരമില്ല, ഒന്നും ചെയ്യാനില്ല. പിന്നെ നമ്മൾ ജപിക്കുകയും വേണ്ട, സാധനയൊന്നും നമുക്ക് പിന്നെ വ്യവഹാരമല്ലേ. ഇപ്പം പല വിക്ഷേപങ്ങളും വരാം, അതിനും ഇതായിട്ട് എന്തായാലും ചെയ്തു വന്ന സാധനങ്ങൾ തുടരാം. പക്ഷേ ഈ ആത്മബോധത്തിന് അതിൻ്റെ ആവശ്യമില്ല. അതിൽ തന്നെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഈ ബ്രഹ്മവിദ്വാരനെ പോലെയും വരീയാനെ പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഒരു വ്യവഹാരവും വേണ്ട, അങ്ങനെ ഇരിക്കണം. പക്ഷേ പ്രാരബ്ധം അത് സമ്മതിക്കത്തില്ല. പ്രാരബ്ധമുള്ളവരാണെങ്കിൽ അത് അനുഭവിക്കുകയേ ഉള്ളൂ. അപ്പം അന്തഃപ്രജ്ഞത്വാദി നിവൃത്തി സമകാലമേവ പ്രമാതൃത്വാദി ഭേദ നിവൃത്തേഹേ. പ്രമാതൃത്വം ഞാൻ അറിയുന്നു, ഞാൻ കർത്താവാണ് ഇതിൻ്റെ, അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ കർമ്മവും ചെയ്യുന്നത്. അപ്പോൾ അതിലെല്ലാം നിവർത്തിക്കുന്നു. നിവർത്തിച്ചിട്ട് ആ സമകാലം, അത് എപ്പോഴാണോ ഇത് പൂർണ്ണമായിട്ട് ഈ മനസ്സടങ്ങി അഖണ്ഡാകാര വൃത്തിയുണ്ടായി, ആ അഖണ്ഡാകാരം അഖണ്ഡാകാര വൃത്തിയും അടങ്ങി ഒരു വൃത്തിയുമില്ലാത്ത അവസ്ഥയിൽ ആ ബോധം
ബോധമാത്രമായിട്ടിരിക്കുക. അപ്പോൾ എന്താണ് അത് സമാനാധികരണ്യം വരും. അവിടെ ആ ബോധമാത്രമായിട്ടിരിക്കുക, അതാണ് സത്യം. അവിടെ കണ്ടതാണ് എൻ്റെ സ്വരൂപം. ഈ ഞാൻ എന്നിവിടെ നമുക്ക് എന്തനുഭവപ്പെടുന്നു അത് എൻ്റെ യഥാർത്ഥ സ്വരൂപം അതാണ് എന്ന് എപ്പോഴാണോ നിർണ്ണയിക്കുന്നത്, അത് നിർണ്ണയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, മനുഷ്യനൊന്നും സമ്പാദിക്കാനില്ല. പിന്നെ പ്രമാതൃത്വാദി ഭേദനിവൃത്തേഹേ തഥാച വക്ഷ്യതി ജ്ഞാതേ ദ്വൈതം ന വിദ്യതേ. മാണ്ഡൂക്യ കാരികയിലുള്ളതാണ്. ഇത് ജ്ഞാനസ്യ ദ്വൈതനിവൃത്തിലക്ഷണ വ്യതിരേകേണ ക്ഷണാന്തരാനവസ്ഥാനം. ഈ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ജ്ഞാനമായാലും തപസ്സായാലും സമാധിയായാലും അഖണ്ഡാകാര വൃത്തിയായാലും അതും അടങ്ങിയ പൂർണ്ണമായി നിശ്ചലമായ ഒരവസ്ഥയിലെത്തിയാലും ഇതെല്ലാം വ്യവഹാരത്തിലാണ്. എന്തിനാണ് നിശ്ചലത്വം ഉണ്ടാകുന്നത്? നമ്മുടെ മനസ്സിലെ വികാരങ്ങൾക്കാണ്, ഇല്ലേ? മനസ്സിലെ ഇതിനാണ് പിന്നെ നിശ്ചലത്വം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളും നമ്മൾ സാധനകളും എല്ലാം ദ്വൈതത്തിലാണ് ചെയ്യുന്നത്, അല്ലാതെ ഒന്നും അദ്വൈതത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സകല സാധനകളും ഇതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ചെന്ന് കഴിയുമ്പം ബാക്കിയെല്ലാം നിന്നു, ബാക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി ഇവിടെ ദ്വൈത നിവൃത്തി ലക്ഷണ വ്യതിരേകേണ ക്ഷണാന്തര അനവസ്ഥാനം, അത് പിന്നെ തുടർന്ന് നിൽക്കുന്നുമില്ല. ഈ സമാധിയിൽ ഇങ്ങനെ ഇരുന്നാൽ ഇന്നതാണെന്ന് മനസ്സിലായി, സമാധി അവിടെ ആ വൃത്തി അസ്തമിച്ചു. പിന്നെ ആ വൃത്തി തുടരണമെന്നില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കാനാണല്ലോ ഒരു സംഗതി ചെയ്യുന്നത്, കാര്യം മനസ്സിലായി, പിന്നെന്തിനാണത്? അപ്പോൾ പിന്നെ അടുത്ത സമയത്ത് അത് നിലനിൽക്കുന്നില്ല, എന്നാലത് പിന്നെയും പ്രപഞ്ചമായിപ്പോവും. ദ്വൈത നിവൃത്തി ക്ഷണ വ്യതിരേകേണ ക്ഷണ ആന്തര അനവസ്ഥാനം. നമുക്ക് തെറ്റിദ്ധാരണയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ സമാധി ആയാൽ ഒരാൾക്ക് സമാധി സ്ഥിതി വന്നാൽ അയാൾ സമാധി തന്നെ അങ്ങിരിക്കണോ? ഒരാവശ്യമില്ല. ആ കാര്യം മനസ്സിലായി. ഈ അദ്ദേഹം നമ്മുടെ ഗീത സ്വാമിയുണ്ടല്ലോ, സന്ദീപാനന്ദഗിരി, അദ്ദേഹം ഗീതാ പ്രഭാഷണം പറയുമായിരുന്നു. ഒരാളിങ്ങനെ പോവുകയാണ്, എങ്ങനെ പോരും, ഇവിടെ എന്താ ഒരു മരമോ ഒരു ഭിത്തിയൊക്കെ ഉണ്ടെന്നറിയാം, ഭയങ്കര ഇരുട്ട് കാണാൻ വയ്യ. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു മിന്നൽ വന്നു. അപ്പം മിന്നൽ തുറന്ന് നിൽക്കണ്ടല്ലോ, അവിടെ ഭിത്തിയെന്ന് നമുക്ക് മനസ്സിലായി, അല്ലേ? ഇവിടെ ഒരു വൃക്ഷം ഉണ്ടെന്ന് മനസ്സിലായി, അതിനെ ചെന്ന് അടിക്കാതെ പോകണമെന്ന് മനസ്സിലാകും. അതുപോലെ ഒരു ആ വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ ഖണ്ഡാകാര വൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ സത്യം ഇതാണെന്ന് മനസ്സിലാകും. അത് തുടർന്ന് നിൽക്കണമെന്നില്ല. അപ്പോൾ സത്യം മനസ്സിലായാൽ അത് നമുക്ക് മനസ്സിൽ തുടർന്ന് നിൽക്കും. അതിന് പിന്നെ നമ്മൾ അതിനു വേണ്ടി പ്രത്യേക സാധനങ്ങൾ അനുഷ്ഠിക്കാനില്ല. ക്ഷണാന്തര അനവസ്ഥാനം, അടുത്ത ക്ഷണം തന്നെ ആ വൃത്തി ഇല്ലാതാകുന്നു. അവസ്ഥാനേച്ച അനവസ്ഥ പ്രസംഗാത് ദ്വൈതാനിവൃത്തി. ഒരിക്കലും ദ്വൈതം ഇല്ലാതാകുകയില്ല. കാരണം ഇത് പിന്നെയും തുടർന്ന് നിൽക്കുകയാണെങ്കിലേ അത് അനവസ്ഥയായിത്തീരും. അതിനെ ആ വൃത്തി ശരിയല്ല എന്നറിയാം, പിന്നൊരു വൃത്തി വേണം, പിന്നൊരു വൃത്തി വേണം, അങ്ങനെ ഒരിക്കലും ഒരു ഉറപ്പിച്ചില്ലത്. ഇപ്പോൾ ഒരു പ്രാവശ്യം അറിയുക, അതറിഞ്ഞു, പിന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തസ്മാത് പ്രതിഷേധ വിജ്ഞാന പ്രമാണ വ്യാപാര സമകാലൈവ ആത്മനി അധ്യാരോപിത അന്തപ്രജ്ഞത്വാദി അനർത്ഥ നിവൃത്തിരിതി സിദ്ധം. ഈ നമുക്ക് സമാജസ്ഥനായിട്ടും വിജ്ഞാനദശയിൽ വന്നില്ലെങ്കിൽ, അതായത് വരാത്തൊരു സ്ഥിതി ഉണ്ടെന്ന് പരിഷ്ഠനൊക്കെ ആ ഒരു ഇതിലാണല്ലോ, പ്രപഞ്ചഭാരമേ ഇല്ലാതെങ്കിലും ഇരിക്കുകയല്ലേ. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്നവരുണ്ടല്ലോ, അത് അവർക്ക് പ്രാരബ്ധമില്ല. അതെ, ഉപരതി സിദ്ധന്മാരവരൊക്കെ. ജ്ഞാനം മാത്രമല്ല, ഉപരതി അതുണ്ടല്ലോ. ഏത്? ഒരാൾക്ക് അഖണ്ഡകാര വൃത്തി ഉണ്ടായി, അല്ലെങ്കിൽ ആ സകല വൃത്തിയും അസ്തമിച്ച്, അഖണ്ഡാകാര വൃത്തിയല്ല, അഖണ്ഡാകാര വൃത്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. ആ വൃത്തിയും അടങ്ങണം. ആ അഖണ്ഡാകാര ഒരു വൃത്തിയുണ്ടല്ലോ അവിടെ, അതും അടങ്ങണം. അപ്പം വൃത്തിയേ ഇല്ലാത്ത ഒരവസ്ഥയിലെത്തി. ആ അവസ്ഥയിലെത്തിയ ഒരാൾ ഇതാണ് എൻ്റെ സ്വരൂപം എന്ന് മനസ്സിലാക്കി. ഇപ്പം നമ്മൾ ഈ സമാനാധികരണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ
ഒരു നമ്മുടെ അന്ധക്കരണം അത് ഇതിൽ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ വൃത്തി ഉണ്ടായാലും ഇതാണ് സത്യം എന്നറിയാമായിരിക്കും. അത് നമ്മൾ പണ്ട് തപസ് കൂടാതെ കുറേ ഉപദ്രവങ്ങളുമൊക്കെ ചെയ്തിരുന്നേ നേരത്തെയുള്ള സമയത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കണ്ടേ. സ്വാമി ചേർന്ന കഥ പോലെ ഒരു സമയം പോകും. ഒരു ജ്യോതിഷൻ വലിയ ആൾ, അദ്ദേഹത്തിന് 4 ശിഷ്യന്മാർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ശിഷ്യന്മാർ 4 പേരും വന്നിരുന്ന് പഠിക്കും. ഒടുവിൽ എല്ലാം പാസ്സായി എല്ലാവരും പിരിഞ്ഞ് അവരവരുടെ ഫീൽഡിൽ പോയി പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ 3 പേര് വന്നു ഒരു ദിവസം. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ സമാധിയാകും. അപ്പോൾ അവരുടെ നോട്ടത്തിൽ ഇപ്പോൾ സമാധിയാകും. അവർ ഇരിക്കാൻ ദർഭയൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തെ ഇരുത്തി സമാധി ഇഴിക്കാൻ റെഡിയാക്കി. പക്ഷേ അദ്ദേഹം സമാധിയായില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 4ാമത്തെ ശിഷ്യൻ വന്ന് ഇതുപോലെ ചെയ്തു. അപ്പോൾ അദ്ദേഹം സമാധിയായി. അപ്പം ചോദിച്ചു എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന്. അപ്പോൾ അദ്ദേഹം ഒരാൾ വന്നപ്പം സമാധിയായില്ല. അദ്ദേഹം പറഞ്ഞു, പണ്ടിങ്ങനെ കുളിക്കാൻ പോകുമ്പോൾ ഉമ്മിക്കരിയൊക്കെ എടുത്തതിന് പല്ലുമൊക്കെ തേച്ചല്ലേ പോകുന്നത്. അങ്ങനെ ഉമ്മിക്കരിയും ഈർക്കിലും ഒക്കെ ആയിട്ട് ഇദ്ദേഹം കുളിക്കാൻ പോകുമ്പം വഴിക്കൊരു പശു നിൽപ്പുണ്ടായിരുന്നു. നല്ല പ്രസവവേദനയോടെ നിൽക്കുന്ന ഒരു പശു. ഇത് കണ്ടപ്പോൾ ഇയാൾക്കൊരു തമാശ തോന്നി. ഒരു ഈർക്കിലിട്ടൊരടി കൊടുത്തു. കയ്യിൽ ഈർക്കിലുണ്ട്, വലുതൊക്കെ കൊണ്ടുപോകാം. ആ ഈർക്കിലുണ്ട്, ഒരടി കൊടുത്തു. അത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് 2 ദിവസം കൂടെ ജീവിച്ചിരിക്കേണ്ടി വന്നു. പറഞ്ഞത് എന്ത് ചെറിയൊരു മാനസികമോ ശാരീരികമായ ചെറിയൊരു പ്രവൃത്തി ചെയ്താലും മനഃകൃതം കൃതം രാമ എന്നാണ് ശ്രീരാമനോട് പറഞ്ഞിരിക്കുന്നത് വസിഷ്ഠൻ. അപ്പം മനഃകൃതമാണ് കുറച്ചുകൂടെ, മറ്റേത് കുറച്ചുകൂടെ ബാഹ്യമായി പോയില്ലേ, മറ്റേ കുറച്ചുകൂടെ സൂക്ഷ്മം. അപ്പോൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫലം. അപ്പോൾ നമ്മളെന്തെല്ലാം പ്രവൃത്തികളാണ് ചെയ്യുന്നത്, പിന്നെ എല്ലാം അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. ഈ ബ്രഹ്മവിത്തായി കഴിഞ്ഞാൽ പിന്നെ അതിക്ക് തീർച്ചയായിട്ടും മോക്ഷമുണ്ട്. പക്ഷേ ഈ ഫലം ഇങ്ങനെ ഇരിക്കും. അത് തന്നെ, ആയുസ് കൂടുതലുള്ളവർ വിചാരിച്ചോണോ നല്ലപോലെ അനുഭവിക്കാൻ കിടപ്പുണ്ടെന്ന്. നാന്തപ്രജ്ഞയും ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഈ 3 അവസ്ഥകളിലും അനുഭവപ്പെടുന്ന പ്രാജ്ഞൻ, തൈജസൻ, വിശ്വൻ, ഇത് 3ഉം കൽപ്പിതമാണെന്നും ഇതിനെല്ലാം സത്ത കൊടുത്തുകൊണ്ടിരുന്ന ചൈതന്യമാണ് സത്യം എന്നും നിർണയിച്ചു കഴിഞ്ഞു. അങ്ങനെ നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് ഇവിടെ പ്രതിപാദിച്ചു. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം പറയുക. നാന്തപ്രജ്ഞമിതി തൈജസ പ്രതിഷേധ. അന്തപ്രജ്ഞ എന്ന് പറഞ്ഞാൽ തൈജസനല്ല എന്നർത്ഥം. ബഹിഷ്പ്രജ്ഞം ഇതി വിശ്വപ്രതിഷേധ. നോഭേദപ്രജ്ഞമിതി ജാഗ്രത സ്വപ്നയോഹോ അന്തരാളാവസ്ഥ പ്രതിഷേധ. ഇടയ്ക്കൊരു സമയമുണ്ട്, അതല്ല. പ്രജ്ഞാനഘനം ഇത് സുഷുപ്താവസ്ഥ പ്രതിഷേധ. ബീജഭാവ അവിവേകരൂപത്വ. സുഷുപ്തി എന്ന് പറയുന്നതാണ് നമ്മൾ എല്ലാം ബീജമായിട്ടിരിക്കുകയാണ് അവിടെ. ബീജാവസ്ഥയാണത്. ആ ബീജാവസ്ഥ അവിവേകമാണ്. അതാണ് അറിവില്ലായ്മ, അജ്ഞാനം, അവിദ്യ. പ്രജ്ഞമിതി യുഗപദ സർവവിഷയ പ്രജ്ഞാതൃത്വ പ്രതിഷേധ. പ്രജ്ഞം എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് എല്ലാം കൂടെ അറിയുന്ന ഒരാളാണോ? അതുമല്ല. അപ്രജ്ഞമിതി ചൈതന്യ പ്രതിഷേധ. അപ്രജ്ഞം എന്ന് പറഞ്ഞല്ലോ, അപ്രജ്ഞനല്ല. അത് എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്, അല്ലാതെ ജഡമല്ല എന്ന് എൻ്റെ രൂപം എന്ന് പറഞ്ഞു. കഥം പുനഃ അന്തപ്രജ്ഞത്വാദീനാം ആത്മനി ഗമ്യമാനാനാം രജ്വാദോ സർപ്പാധിപത പ്രതിഷേധാത് അസത്വം ഗമ്യത ഇത്യുച്യത്തെ. അപ്പോൾ പുനഃ അന്തപ്രജ്ഞത്വാദീനാം ആത്മനി ഗമ്യമാനാനാം. ഇപ്പം നമ്മൾ ഞാൻ അറിയുന്നു എന്നാണല്ലോ, ഞാൻ ജാഗ്രത വിഷയങ്ങൾ അറിയുന്നു, ഞാൻ സ്വപ്നം അറിയുന്നു, ഞാൻ ഉറങ്ങുന്നു എന്നാണല്ലോ നമ്മുടെ. അതാണ് ആത്മനി ഗമ്യമാനനം. ഞാൻ അറിയുന്നു എന്ന് നമ്മൾ അറിയുന്ന ഈ വിഷയങ്ങൾ രജ്വാദോ സർപ്പാദിവൽ പ്രതിഷേധാത്. ഇത് സർപ്പം പോലെയാണ്,
എന്ന് നമ്മൾ പ്രതിഷേധിച്ചു. സത്യമല്ല. നമ്മളെ ജാഗ്രതയിലിരുന്നറിഞ്ഞ വിശ്വൻ സത്യമല്ല, പിന്നെ തൈജസൻ സത്യമല്ല, പ്രാർത്ഥന സത്യമല്ല, ഓരോന്നും സത്യമല്ല എന്ന് ആത്മന് ഗമ്യമാനം. ഞാനിത് ചെയ്യുന്നു, ഞാനിത് ചെയ്യല്ലേ, ഞാൻ ഉറങ്ങുന്നു, ഞാൻ ഉണർന്നിരിക്കുന്നു, ഞാൻ സ്വപ്നം കാണുന്നു എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ആത്മാവിനെ രജ്വാദവ് സർപ്പാദിവൽ പ്രതിഷേധാത് അസത്വം ഗമ്യത ഉച്ചിത. ഇപ്പം രജ്ജുവിലെ സർപ്പം പോലെയാണ് ഈ 3 പേരും എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ശരിയാകുന്നത്? എനിക്ക് സ്വരൂപാവിശേഷേവി ഇതരേതര വ്യഭിചാരാത് രജ്വാദാവിവ സർപ്പധാരാതി വികൽപ്പിത ഭേദവത് സർവത്ര അവ്യഭിചാരാത് സ്വരൂപസ്യ സത്യത്വം. ഇവിടെ ഇതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. പ്രജ്ഞം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ഒരു കയറിനെ കണ്ടു, ഇത് കയറാന്ന് ചിലർ വിചാരിച്ചു ഒരു കമ്പ് കിടക്കുന്നു, ചിലർ വിചാരിച്ചു അതിലെ കുറച്ച് വെള്ളം ഒഴുകുന്നു. ഇങ്ങനെ പല രീതിയിൽ അതിനെ വികല്പിച്ചു. ഒരു രജ്ജു കിടന്നതിനെ ഒരു സർപ്പമായിട്ടോ ഒരു കമ്പായിട്ടോ ഒരു വെള്ളമായിട്ടോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഒരു ഛിദ്രമായിട്ടോ ഒക്കെ അങ്ങോട്ട് സങ്കല്പിച്ചു. അപ്പോൾ വാസ്തവത്തിൽ രജ്ജു മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ പ്രജ്ഞം ഈ പറഞ്ഞിടത്തെല്ലാം ഞാൻ എന്നുള്ള ഒരെണ്ണം തുടർന്ന് നിൽപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം മാറിപ്പോയി. ഞാൻ എന്ന് പറഞ്ഞാൽ നിർവിശേഷബോധം, നിർവിശേഷബോധം മാത്രം തുടർന്ന് നിൽക്കുന്നു. അത് സത്യം. സ്വരൂപ വിശേഷേപി ഇതരേതര വ്യഭിചാരാത് രജ്വാദാവിവ സർപ്പധാരാതി വികൽപ്പിത ഭേദാത് സർവത്ര അവ്യഭിചാരാത് സ്വരൂപസ്യ സത്യത്വം. ഇപ്പം ഇത് പലത് കണ്ടപ്പോഴും അവിടെ മാറാതെ എന്തെങ്കിലും ഒരെണ്ണമുണ്ട്. ഈ സർപ്പം മാറാതെ കിടപ്പുണ്ട് അവിടെ. അതുപോലെ സ്വരൂപം, കേവല ബോധം, നിർവികൽപ്പ ബോധം, അത് തുടർന്ന് നിൽപ്പുണ്ട് എല്ലാത്തിലും. ഞാൻ എല്ലായിടത്തും നിൽക്കുന്നത് അത് അവ്യഭിചാര, അതിനൊരു മാറ്റവും ഇല്ല. ബാക്കിയൊക്കെ മാറുമ്പോഴും ഈ ജ്ഞാനം ആ ഒരു സ്വരൂപത്തിന് ഒരു മാറ്റവുമില്ല എന്ന് മനസ്സിലാക്കണം. വ്യഭിചാരാത് ജ്ഞാനസ്വരൂപസ്യ സത്യത്വം സുഷുപ്തേ വ്യഭിചരതീതി ചെയ്ത്. അപ്പം ഞാൻ പറയുകയാണ്, ഉറക്കത്തിലൊന്നും അറിയുന്നില്ലല്ലോ നമ്മളെ സുഷുപ്തേ വ്യഭിചരതി. അങ്ങനെയാണെങ്കിൽ അവിടെ സുഷുപ്തിയിലൊന്നും അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ സുഷുപ്തസ്യ അനുഭൂയമാനത്വം, അത് സുഷുപ്തനെ അറിയുന്നുണ്ട് ഞാൻ ഉറങ്ങുന്നു. കാരണം ഉണർന്നു വരുമ്പം ഞാൻ ഉറങ്ങി എന്നാണല്ലോ നമ്മൾ അറിയുന്നത്. അപ്പം നമ്മൾ ചെയ്ത ഒരു വസ്തുവിനെ മാത്രമേ നമുക്ക് സ്മരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ സ്മരിക്കുന്നത് കൊണ്ട് ഇവിടെ അതും അറിയപ്പെടുന്നുണ്ട്. സുഷുപ്തേ വ്യഭിചരതീതി ചെയ്യുന്ന സുഷുപ്തസ്യ അനുഭൂയമാനത്വാത് നഹി വിജ്ഞാതുർ വിജ്ഞാദേഹേ വിപരിലോപോ വിദ്യതേ. ബൃഹദാരണ്യത്തിൽ ഇദ്ദേഹം പറയുന്നതാണ് ഈ യാജ്ഞവൽക്യൻ. വിജ്ഞാതാവിൻ്റെ വിജ്ഞാനത്തിന് ഒരിക്കലും കുറവ് സംഭവിക്കുന്നില്ല. അതായത് വിജ്ഞാനം ഒരാൾക്കേ ഉള്ളൂ, ഒരിടത്തേ ഉള്ളൂ വിജ്ഞാനം. ബാക്കിയെല്ലാം ആ വിജ്ഞാനത്തിൽ അറിയപ്പെടുന്നതാണ്. അപ്പോൾ ആ വിജ്ഞാതാവിൻ്റെ വിജ്ഞാനത്തിന് ഒരിക്കലും ലോപം സംഭവിക്കുന്നില്ല. അതഹ ഏവ അദൃഷ്ട തസ്മാത് അതുകൊണ്ട് അറിവാണ്, ഇത് അദൃഷ്ടമാണ്. കാരണം എല്ലാത്തിലും ഈ എല്ലാ ഇതിലും നടക്കുന്ന സ്വരൂപം മാത്രമാണ് ആത്മാവ്. മറ്റുള്ളതൊക്കെ മാറിപ്പോകുന്നു. അതുകൊണ്ട് അത് അദൃഷ്ടമാണ്. യസ്മാത് അദൃഷ്ടം തസ്മാത് അവ്യവഹാര്യം. കാണാത്തന്നിടത്ത് എങ്ങനെ വ്യവഹാരം ഉണ്ടാകുന്നു? നമ്മളെന്തെങ്കിലും ഒന്നും അതിനെക്കുറിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അതിനെ അറിയണമല്ലോ. അതുകൊണ്ട് അവ്യവഹാര്യമാണ്. അഗ്രാഹ്യം കർമ്മേന്ദ്രിയൈഹി അലക്ഷണം അലിംഗം ഇത്യേതത് അനനുമേയമിത്യർത്ഥ. അലക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷണമില്ല, ഒരു ഹേതുവില്ല. ഹേതുവില്ലാത്തതുകൊണ്ട് ഇതിനെ അനുമാനിക്കാനും സാധ്യമല്ല. അനുമേയം, അനുമാന പ്രമാണത്തിനും ഇതിനെ അറിയാൻ അനുമാനിക്കണമെങ്കിൽ ഒരു ഹേതു വേണം. ഹേതു എന്ന് പറയുന്നത് രണ്ടെണ്ണം എപ്പോഴും ഒരുമിച്ച് കണ്ടു, ഒരെണ്ണം ഇല്ല എങ്കിൽ മറ്റേതെന്ത് ചെയ്യും? ഇപ്പം രണ്ടുപേരെന്നും ഒരുമിച്ചാണ് വരുന്നത്. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും രണ്ടുപേരെപ്പോഴും ഒരുമിച്ച് വരും. ഇപ്പം ഒരാൾ തന്നെ വരികയാണെങ്കിൽ വിചാരിക്കും മറ്റേയാൾ കുറേ വരുന്നുണ്ട്, അയാൾ മറ്റേയാൾ ഉണ്ടെന്ന് അങ്ങോട്ട് തീരുമാനിക്കും. അതാണ് ഹേതു എന്ന് പറയുന്നത്. ഈ ആദ്യത്തെ ആളിനെ കാണുക എന്നുള്ളതാണ് ഹേതു.
അങ്ങനെ ഹേതുവില്ല. ഇവിടെ ഒരു ഹേതുവില്ലാത്തത് കൊണ്ട് അനുമാനിക്കാനും സാധ്യമല്ല. അതയേവ ചിന്ത്യം, ഇതൊന്നും അല്ലാത്തതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാനും സാധ്യമല്ല. അതയേവ അവ്യപദേശം, അവ്യപദേശം ശബ്ദൈഹി, ശബ്ദം കൊണ്ട് ഇതിനെ ഒന്ന് ഇതാണ് എന്ന് ഒന്ന് പറയാൻ സാധ്യമല്ല. ഏകാത്മപ്രത്യയസാരം ജാഗ്രതാദി സ്ഥാനേഷു ഏകോ അയം ആത്മാ ഇതി അവ്യഭിചാരി യഹ പ്രത്യയഃ തേന അനുസരണീയം. അപ്പോൾ ഏകാത്മപ്രത്യയസാരം എന്ന് പറഞ്ഞാൽ അതിനെ അറിയാനുള്ള ഒരേ ഒരു പ്രമാണമാണിത്. അതായത് ജാഗ്രതാദി സ്ഥാനേഷു, ഈ ജാഗ്രതാദി സ്ഥാനങ്ങൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ സ്ഥാനങ്ങളിൽ ഏകോ അയമാത്മാ ഇതി അവ്യഭിചാരി, ഇവിടെ മാറാതെ 3 അവസ്ഥകളിലും മാറാതെ ഏകമായി മാറാതെ നിൽക്കുന്ന ആ ഒരു ഞാൻ യപ്രത്യയ തേന അനുസരണീയം. യാതൊരു പ്രത്യയമാണ്. ഞാൻ മാറുന്നില്ല. ഞാൻ ജാഗ്രത അറിയുന്നു, സ്വപ്നം അറിയുന്നു, സുഷുപ്തി അറിയുന്നു, 3നെ അറിയുന്നതായിട്ടൊരു ബോധമുണ്ടല്ലോ നമുക്ക്. ആ ബോധം അതാണ് പ്രമാണം, സാരം, പ്രമാണം. ഈ 3 അവസ്ഥകളിലും തുടർന്ന് നിൽക്കുന്നത് യാതൊരു പ്രജ്ഞാനം അല്ലെങ്കിൽ യാതൊരു ബോധം, റിയൽപ്പ ബോധമാണ്, സ്വരൂപമാണ്. അതാണ് ആത്മാവ് എന്ന് ഉള്ളതാണ് പ്രമാണം. ആ പ്രമാണം കൊണ്ട് വേണം തുര്യനെ അറിയാൻ. പ്രമാണം യസ്യ തുര്യസ്യ അധികമേ തത്തുരീയം ഏകാത്മപ്രത്യയസാരം. അതുകൊണ്ടാണ് ഈ ഒരേ ഒരു പ്രമാണമേ ഉള്ളൂ അറിയാൻ. ആ പ്രമാണം കൊണ്ട് അറിയുന്നത് കൊണ്ട് ഇതിനെ ഏകാത്മപ്രത്യയസാരം എന്ന് തുര്യനെ പറയുന്നു. ആത്മേത്യേ ഉപാസീത ഇത് ശ്രുതേ അന്തപ്രജ്ഞത്വാദിസ്ഥാനി ധർമ്മ പ്രതിഷേധ കൃത. അന്തപ്രജ്ഞനല്ല, ബഹിഷ്പ്രജ്ഞ ഓരോ സ്ഥാനത്ത് അറിയുന്നു എന്നുള്ളതിനെ പ്രതിഷേധിച്ചു. പ്രപഞ്ച ഉപശമം ഇത് ജാഗ്രതാദിസ്ഥാനധർമാഭാവ ഉച്യതേ. ഏകാത്മപ്രത്യയസാരം പ്രപഞ്ചോപശമം. പ്രപഞ്ചോപശമം എന്ന് പറഞ്ഞത് എന്താ? പ്രപഞ്ചോപശമം ഇത് ജാഗ്രതാദിസ്ഥാനധർമ്മ അഭാവ. ജാഗ്രത വിശ്വനൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന ആൾ ആത്മാവല്ല. അതുപോലെ 3 സ്ഥാനത്തിലും ഇരിക്കുന്നത് ആത്മാവല്ല, ആ സ്ഥാനത്തെ അഭിമാനിക്കുന്നതാണ്. ആ സ്ഥാനാഭിമാനിയാണ്. ആ സ്ഥാനാഭിമാനിയെയും വെളിപ്പെടുത്തുന്നത് ഈ ആത്മാവാകുന്നു. പ്രപഞ്ചോപശമം ഇത് ജാഗ്രതാദി സ്ഥാനധർമാഭാവ ഉച്ചത്. അതയേവ ശാന്തം അവിക്രിയം ശിവം യതഃ അദ്വൈതം ഭേദവികൽപരഹിതം. അദ്വൈതം പറഞ്ഞാൽ ഭേദകൽപ്പമില്ല, ഏകമേവ അദ്വിതീയം, അവിക്രിയം ശിവം യതഃ അദ്വൈതം ഭേദവികൽപരഹിതം. ചതുർത്ഥം തുരീയം മന്യന്തേ. ഇതാണ് തുര്യൻ എന്ന് മന്യന്തേ എന്ന് മനസ്സിലാക്കണം. പ്രതീയമാന പാദത്രയരൂപ വൈലക്ഷണ്യാത് സഹ ആത്മാ സവിജ്ഞേയ ഇതി പ്രതീയമാന സർപ്പമൂർച്ഛി ഭൂഛിദ്ര ദണ്ഡാദി വ്യതിരിക്ത തഥാ രജുസ്തഥാ തത്വമസീത്യാദി വാക്യാർത്ഥ ആത്മാ ദൃഷ്ടോ ദ്രഷ്ട ബൃഹദാരണ്യക. അദൃഷ്ടോ ദ്രഷ്ട, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് കാണാനും വയ്യ. അദൃഷ്ടനായിരുന്ന് എല്ലാം കാണുക. ഇവിടെ ആത്മാസവിജ്ഞേഹ, ഇതാണ് ആത്മാവെന്ന് മനസ്സിലാക്കണം. ഇത് നമുക്ക് പ്രതീയമാനം. ഒരു രജ്ജുവിനെ കണ്ടിട്ട് സർപ്പമാണ്, ഭൂഛിദ്രമാണ്, ഒരു വടിയാണ് എന്നൊക്കെ നമ്മൾ പലതും കാണുന്നുണ്ട്. അതുപോലെ ഈ കേവല ജ്ഞാനത്തെ കണ്ടിട്ട് ഇത് വിശ്വനാണ്, തേജസ്സനാണ് എന്നൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കുക. അത് ശരിയല്ല. ഈ രജ്ജുവിൽ കണ്ട സർപ്പം എപ്രകാരം ഇല്ലാത്തതായിരുന്നു, അതുപോലെ ഈ കാണുന്ന, ഈ അനുഭവപ്പെടുന്ന ഈ വിശ്വ തൈജസ പ്രാജ്ഞാദികളെല്ലാം അസത്യമായിരുന്നു, അത് വെറും വികല്പമായിരുന്നു എന്ന് അറിയണം. രജ്ജുസ്തഥ തത്വമസീത്യാദി വാക്യാർത്ഥ ആത്മാ അദൃഷ്ടോ ദൃഷ്ട നഹി ദൃഷ്ടോർദൃഷ്ടേഹ വിപരിലോപോ വിദ്യതേ ഇത്യാദിഭിരുക്തോ യഃ സ വിജ്ഞേയ ഇതി
ഭൂതപൂർവവിദ്യ ജ്ഞാതേ ദ്വൈതാഭാവ. ആ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനെ അറിയണം എന്ന് പറഞ്ഞില്ലേ, ഇതിനെ അറിയാൻ പറ്റത്തില്ലെന്നും പറഞ്ഞില്ലേ. ഇത് മനസ്സുകൊണ്ട് അറിയാൻ പറ്റത്തില്ല, ഒന്നുകൊണ്ടും അറിയാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് അറിയുന്നത്? അറിയണം എന്ന് പറയുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാണല്ലോ ഈ സകല വികല്പവും ഇരിക്കുന്നത്. നമുക്ക് ഉണ്ടായിരുന്ന ഈ ദ്വൈതഭാവവും ഈ ഉറക്കവും സ്വപ്നവും എല്ലാം അന്ധകരണത്തെ ഈ വിജ്ഞാനമയനായ ജീവനാണല്ലോ ഇതെല്ലാം ഉള്ളത്. ആ വിജ്ഞാനമായ ജീവൻ എന്ന് പറയുന്നത് അന്ധകരണ വിശിഷ്ട ചൈതന്യം. അപ്പം അതാണ് ഇതെല്ലാം അറിയുകയൊക്കെ ചെയ്യുന്നത്. ഈ നമ്മൾ പ്രപഞ്ചം അനുഭവിക്കുന്നത് മനസ്സുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രപഞ്ചം സത്യമല്ല എന്നുകൊണ്ട് മനസ്സുകൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. വേറെ എവിടെ ആർക്കാണോ തെറ്റിദ്ധാരണ അയക്കാണല്ലോ അത് മാറേണ്ടത്. അപ്പം വിജ്ഞാനമയനാണ് ഇതെല്ലാം എൻ്റേതാണെന്ന ധാരണ. അപ്പോൾ വിജ്ഞാനമയൻ മനസ്സിലാക്കണം ഇതൊന്നും എൻ്റെ അല്ല. അതുകൊണ്ട് വിജ്ഞാനമയനാണ് അറിവുണ്ടാകേണ്ടത്. ജ്ഞാതേ ദ്വൈതാഭാവ. അത് ഈ അഭാവത്തിൽ അങ്ങനെ ഇരിക്കണമെങ്കിലേ അതുപോലെ വൈരാഗ്യം ഉപരതി, ജ്ഞാനം വൈരാഗ്യം ഉപരതി മൂന്നെണ്ണമാണ് ഈ ജ്ഞാനസാധനമായിട്ടുള്ളത്. അപ്പം ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മോക്ഷോസ്തി, എന്താണെങ്കിലും മോക്ഷം. നമ്മളിപ്പോൾ പഞ്ചദശി പിടിക്കരുത്, എന്തായാലും മോക്ഷമുണ്ട്. പക്ഷേ മറ്റേത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ ദുരിതങ്ങൾ വരും. ഈ വൈരാഗ്യവും, ഇപ്പം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു എൻ്റെ ഒരു സ്വന്തം ആളിനൊരു അസുഖം വന്നു എന്നായിരിക്കും. നമുക്കവിടെ ഒരു വൈരാഗ്യ ബുദ്ധി ഇല്ലെങ്കിലേ, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അവരോട് വിരോധം ഉണ്ടാകുക എന്നല്ല, അതിലൊരു വിരാഗത, ഇതെൻ്റെ ആളാണെന്നുള്ള ആ ഒരു രാഗം ഇല്ലാതിരിക്കുക. അതില്ലെങ്കിൽ നമുക്ക് അത്ര ദുഃഖം ഉണ്ടാകത്തില്ല. നമ്മൾ വേണ്ടതൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷേ നമുക്ക് അത്ര ദുഃഖം ഉണ്ടാകത്തില്ല. അതേസമയം അയ്യോ എൻ്റെ എന്നാളിന് ഇന്നത് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ സംഘത്തോടു കൂടി പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ദുഃഖം ഉണ്ടാകും. അതാണ് വൈരാഗ്യം, വിഗതമായ രാഗം. ഒരു വിഷയത്തിലുള്ള രാഗം പോയി. വൈരാഗ്യം ഉപരതി എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച ആത്മഭാവത്തിൽ തന്നെ രമിക്കുക, അവിടെ രതി ഉണ്ടാകുക. അപ്പം ജ്ഞാനവും വൈരാഗ്യവും ഈ ഉപരതിയും പൂർണ്ണമാണെങ്കിൽ അവരെ സ്വയം അടങ്ങുകയല്ലോ, ഉപരതിയല്ലേ. ഉപരതി നിന്ന് അടുത്തിരുന്ന് രമിക്കുക എന്നർത്ഥം. അതായത് ആ ആത്മസ്വരൂപത്തിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുക. വൈരാഗ്യ ഉപരതി, ഈ വൈരാഗ്യ ജ്ഞാനം വൈരാഗ്യം ഉപരതി, ഇത് മൂന്നും പൂർണ്ണമാണെങ്കിൽ അവർ ഈ ബ്രഹ്മവിദ് വരിഷ്ഠനായിട്ടൊക്കെ എങ്ങനെ ഇരിക്കും. പിന്നെ അവർക്കൊന്നും ഒരു പ്രപഞ്ചപ്രതീതി ഉപരതിയായ പിന്നെ ഇങ്ങോട്ട് വരത്തില്ല അവർ തിരിച്ച്. അല്ലേ, നമ്മളൊരു ശ്ലോകം ചൊല്ലുമായിരുന്നല്ലോ ഇങ്ങനെ, കന്യാനാം ഗിരികന്ധരേഷു വസതാം ജ്യോതിപ്പരം ധ്യായതാം. അങ്ങനെ വൈരാഗ്യ പൂർണ്ണന്മാരായി ജ്യോതിപ്പര ധ്യായത, പരമായ ജ്യോതിനെ തന്നെ ധ്യാനിച്ചങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സെപ്പോൾ അടങ്ങുന്നോ അപ്പോൾ കണ്ണുനീര് വരും. ആ കക്ഷികൾ വന്ന് കുടിക്കുന്നത്. അപ്പം അല്ല, അതുപോലെ അങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞത് മൂന്നും പൂർണ്ണമാണെങ്കിൽ അങ്ങനെ ഇരിക്കും. അഥവാ കുറേശ്ശെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വ്യവഹാരവും അവർക്ക് വരും, ദുഃഖവും വരും. ദുഃഖം നമുക്ക് തോന്നും. ശ്രീരാമൻ കരഞ്ഞു വിളിച്ച് നടക്കുമ്പം നമുക്ക് തോന്നും ഇദ്ദേഹത്തിന് എന്തൊരു ദുഃഖമെന്ന്. വാസ്തവത്തിൽ അന്തശീതളത എന്ന് പറയുന്നത് അവർക്കുണ്ടായിരിക്കും. ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസസ്തനൂഭിർവ്യസേമ ദേവഹിതം യദായു. ഓം സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താക്ഷ്യോ വരിഷ്ഠനൈഃ സ്വസ്തി നോ ബൃഹസ്പതിഃ. ഓം ശാന്തി ശാന്തി ശാന്തി.